ഇരുണ്ട ഹിമാലയൻ താഴ്വരകളിൽ മനുഷ്യന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നൊരു ലോകമുണ്ട്. കാലം മായ്ക്കാത്ത രഹസ്യങ്ങളുടെയും അത്ഭുതകരമായ ശക്തികളുടെയും അനശ്വരമായ സത്യങ്ങളുടെയും ലോകം. ശാംബാല. ഒരുപക്ഷെ നിങ്ങളൊരു ഐതിഹ്യമോ കെട്ടുകഥയോ ആയി ഇതിനെ കരുതിയിരിക്കാം. എന്നാൽ സത്യം അതിനേക്കാൾ ഭീകരവും അവിശ്വസനീയവുമാണെങ്കിലോ? എവിടുന്നാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ സമയം ഇപ്പോൾ എത്രയായി? താഴെ കമന്റ് ചെയ്യുക. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ചില രഹസ്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശാംബാലയെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ ഒരു ഭാവനാലോകമെന്ന് തോന്നാമെങ്കിലും നൂറ്റാണ്ടുകളായി പല സംസ്കാരങ്ങളും ഇതിനെ ഒരു യാഥാർത്ഥ്യമായി കണ്ടിട്ടുണ്ട്. ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇതിനെ ഒരു ദിവ്യമായ രാജ്യമായും സമാധാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമായും പറയുന്നു. എന്നാൽ ഈ സമാധാനത്തിന് ഒരു മറുവശമുണ്ടെങ്കിലോ? അവിടെ മറഞ്ഞിരിക്കുന്ന ശക്തികൾ മനുഷ്യരാശിക്ക് ഭീഷണിയാണെങ്കിലോ? പുരാതന ടിബറ്റൻ ഐതിഹ്യങ്ങൾ ശാംബാലയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാലചക്ര തന്ത്രയിൽ ശാംബാല ഒരു യാഥാർത്ഥ സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളും ഈ തന്ത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ശാംബാലയുടെ രാജാക്കന്മാർ ലോകത്തെ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ വരുമെന്നും അവരൊരു പുതിയ സുവർണ കാലഘട്ടം കൊണ്ടുവരുമെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ വരവ് എങ്ങനെയായിരിക്കും? അത് മനുഷ്യരാശിയുടെ നന്മയ്ക്കാണോ അതോ നാശത്തിനാണോ? പല പടിഞ്ഞാറൻ സഞ്ചാരികളും സാഹസികരും ശാംബാലയെ തേടി ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. അവർക്ക് മുന്നിൽ ഹിമാലയം അതിൻ്റെ എല്ലാ ഭീകരതകളോടെയും നിന്നു. മഞ്ഞുമൂടിയ കൊടുമുടികളും ആഴമേറിയ ഗർത്തങ്ങളും പ്രവചനാതീതമായ കാലാവസ്ഥയും അവരെ പലപ്പോഴും മരണത്തിലേക്ക് തള്ളിവിട്ടു. എന്നിട്ടും ശാംബാല എന്ന നിഗൂഢ ലോകം അവരെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ റഷ്യൻ മിസ്റ്റിക്കായിരുന്ന നിക്കോളാസ് റോറിക് ശാംബാലയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി. അദ്ദേഹം ശാംബാലയെ ഒരു യാഥാർത്ഥ സ്ഥലമായി കണ്ടു. ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ഹിമാലയത്തിൽ ശാംബാലയെ തേടി അലഞ്ഞു. അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ പല അത്ഭുതകരമായ സംഭവങ്ങൾക്കും അദ്ദേഹം സാക്ഷി വഹിച്ചു. അസാധാരണമായ പ്രകാശ പ്രതിഭാസങ്ങളും ആകാശത്ത് കണ്ട വിചിത്ര രൂപങ്ങളും മനുഷ്യൻ്റെ കാൽപ്പാടുകൾ എത്താത്ത സ്ഥലങ്ങളിൽ കണ്ട വലിയ കാൽപ്പാടുകളും അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചു. റോറിക്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ ശാംബാലയെ സംരക്ഷിക്കുന്ന ചില അദൃശ്യ ശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നഗരമെന്നും പ്രകാശത്തിൻ്റെ താഴ്വരയെന്നും അദ്ദേഹം ശാംബാലയെ വിശേഷിപ്പിച്ചു. എന്നാൽ ഈ പ്രകാശത്തിന് ഒരു ഇരുണ്ട വശമുണ്ടെങ്കിലോ? ശാംബാലയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഒരു സാധാരണ സാഹസികന്റെ ഡയറി കുറിപ്പുകളിലൂടെ നമുക്ക് ശാംബാലയുടെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അർജുൻ ഒരു യുവ സാഹസികനും ചരിത്രകാരനുമാണ്. പുരാതന ഐതിഹ്യങ്ങളിലും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലും അവൻ എന്നും താൽപ്പര്യമായിരുന്നു. ശാംബാലയെക്കുറിച്ചുള്ള അവൻ്റെ ഗവേഷണങ്ങൾ അവന് ഹിമാലയത്തിലേക്ക് എത്തിച്ചു. ഒരു ഭ്രാന്തൻ യാത്രയെന്നാണ് അവൻ്റെ സുഹൃത്തുക്കൾ അതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ അർജുൻ അതൊരു ഭ്രാന്തായിരുന്നില്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. അവൻ തൻ്റെ യാത്ര ആരംഭിച്ചത് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നാണ്. അവിടെ നിന്ന് കിഴക്കൻ ഹിമാലയത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് അവൻ ബസ് കയറി. യാത്ര ദുർഘടമായിരുന്നു. ഇടുങ്ങിയ റോഡുകളും കുത്തനെയുള്ള കയറ്റങ്ങളും ആഴമേറിയ കൊക്കങ്ങളും അവൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടി. ബസ്സിനുള്ളിൽ തണുപ്പിൽ വിറച്ച് ജനൽ വഴി പുറത്തേക്ക് നോക്കി അവൻ ഇരുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികൾ ദൂരെ തലയുയർത്തി നിന്നു. അവയെല്ലാം അവനെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ഗ്രാമത്തിൽ ഇറങ്ങിയപ്പോൾ നേരം സന്ധ്യയായിരുന്നു. തണുത്ത കാറ്റ് അവനെ പൊതിഞ്ഞു. ഗ്രാമവാസികൾ അവനെ സംശയത്തോടെ നോക്കി. അവർക്ക് അപരിചിതരെ അത്ര പരിചയമില്ലായിരുന്നു. അവനൊരു ചെറിയ ലോഡ്ജിൽ മുറിയെടുത്തു. രാത്രിയിൽ തണുപ്പിൻ്റെ കാഠിന്യം കൂടി വന്നു. അവൻ ജനൽ വഴി പുറത്തേക്ക് നോക്കി. ഇരുണ്ട മലനിരകൾക്ക് മുകളിൽ ചന്ദ്രൻ പൂർണ്ണ തേജസ്സോട് നിന്നു. അവൻ്റെ മനസ്സിൽ ശാംബാലയെക്കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞു. ഞാൻ നിന്നെ കണ്ടെത്തും ശാംബാല എന്നവൻ മനസ്സിൽ പറഞ്ഞു. പിറ്റേദിന ദിവസം രാവിലെ അവൻ ഗ്രാമത്തിലെ ഒരു പ്രാദേശിക ഗൈഡായ ലാമയെ കണ്ടുമുട്ടി. ലാമ പ്രായം ചെന്ന ചുളിവുകൾ വീണ മുഖമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഹിമാലയത്തിൻ്റെ കഥകൾ നിറഞ്ഞിരുന്നു. നിനക്കെന്താണ് വേണ്ടത് യുവനെ എന്ന് ലാമ ചോദിച്ചു. ശാംബാല, അർജുൻ പറഞ്ഞു. എനിക്ക് ശാംബാലയെ കണ്ടെത്തണം. ലാമയുടെ മുഖത്ത് ഒരു ഭയത്തിൻ്റെ നിഴൽ വീണു. ശാംബാലയോ? അത് വെറുമൊരു ഐതിഹ്യം മാത്രമാണ്. അങ്ങോട്ട് പോകാൻ ശ്രമിച്ച ആരും തിരിച്ചു വന്നിട്ടില്ല. എനിക്കറിയാം, പക്ഷെ എനിക്ക് ശ്രമിക്കണം. ശാംബാല യഥാർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നു. ലാമ കുറച്ചുനേരം നിശബ്ദനായി നിന്നു.
എന്നിട്ടവൻ പറഞ്ഞു, അവിടെ അപകടങ്ങളുണ്ട്, മനുഷ്യന്റെ ഭാവനയ്ക്കപ്പുറമുള്ള അപകടങ്ങൾ. ഞാൻ തയ്യാറാണ്, അർജുൻ ദൃഢമായി പറഞ്ഞു. ലാമയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എന്നാൽ വരൂ, നിനക്ക് ഞാൻ വഴി കാണിക്കാം. പക്ഷെ ഓർക്കുക, ചില വാതിലുകൾ ഒരിക്കൽ തുറന്നാൽ പിന്നെ അടയ്ക്കാനാവില്ല. അടുത്ത ദിവസം രാവിലെ അർജുനും ലാമായും ഷാംബാലെ തേടിയുള്ള യാത്ര ആരംഭിച്ചു. അവർക്ക് മുന്നിൽ ഹിമാലയം അതിൻ്റെ എല്ലാ ഭീകരതകളോടെയും നിന്നു. ഉയർന്നു നിൽക്കുന്ന കൊടുമുടികളും മഞ്ഞുമൂടിയ താഴ്വരകളും കുത്തനെയുള്ള കയറ്റങ്ങളും അവരുടെ യാത്രയെ ദുർഘടമാക്കി. ഓരോ ചുവടിലും അപകടങ്ങൾ പതിയിരിപ്പുണ്ടായിരുന്നു. അവർക്ക് വഴികാട്ടിയായി ലാമയുണ്ടായിരുന്നു. അവൻ്റെ കാലടികൾ ഉറച്ചതായിരുന്നു. ഹിമാലയത്തിലെ ഓരോ കല്ലിൻ്റെയും ഓരോ വഴിയുടെയും കഥ അവനറിയാമായിരുന്നു. ഈ മലകൾക്ക് ജീവനുണ്ട് യുവനെ, അവയ്ക്ക് നമ്മളെ സഹായിക്കാനും നശിപ്പിക്കാനും കഴിയും. അവർ ദിവസങ്ങളോളം നടന്നു. തണുപ്പും വിശപ്പും അവരെ തളർത്തി. പക്ഷെ അർജുൻ്റെ മനസ്സിൽ ഷാംബാല എന്ന സ്വപ്നം മാത്രം നിറഞ്ഞു നിന്നു. ഒരു ദിവസം വൈകുന്നേരം അവർ ഒരു പുരാതന ബുദ്ധവിഹാരത്തിനടുത്തെത്തി. മഞ്ഞുമൂടിയ മലനിരകൾക്ക് നടുവിൽ ആ വിഹാരം നിശബ്ദമായി നിന്നു. അതിൻ്റെ ചുമരുകളിൽ കാലപ്പഴക്കത്തിൻ്റെ അടയാളങ്ങൾ കാണാമായിരുന്നു. ഇതൊരു പുരാതന വിഹാരമാണ്, ലാമ പറഞ്ഞു. നൂറ്റാണ്ടുകളായി ഇതിവിടെയുണ്ട്. ഷാംബാലയെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അവർ വിഹാരത്തിനുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ തണുത്ത കാറ്റ് വീശി. ചുമരുകളിൽ പുരാതന ചിത്രങ്ങൾ വരച്ചിരുന്നു. ബുദ്ധൻ്റെയും ബോധിസത്വന്മാരുടെയും ഷാംബാലയുടെ രാജാക്കന്മാരുടെയും ചിത്രങ്ങൾ. ചിത്രങ്ങളിൽ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അർജുന് തോന്നി. അവർ ഒരു മുറിയിൽ കയറി. അവിടെ ഒരു പഴയ ഗ്രന്ഥം പൊടി പിടിച്ചു കിടന്നിരുന്നു. ലാമ ആ ഗ്രന്ഥമെടുത്തു. ഇതൊരു പുരാതന ഗ്രന്ഥമാണ്. ഷാംബാലയെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ലാമ ഗ്രന്ഥം തുറന്നു വായിക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം മുറിയാകെ മുഴങ്ങി. ഷാംബാല ഒരു മറഞ്ഞിരിക്കുന്ന രാജ്യമാണ്. മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു ലോകം. അവിടെ സമാധാനവും ജ്ഞാനവും നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ ലോകത്തിനൊരു മറുവശമുണ്ട്. അവിടെ അപകടങ്ങളും ഇരുണ്ട ശക്തികളും പതിയിരിപ്പുണ്ട്. ഷാംബാലയിലേക്ക് പോകാൻ ശ്രമിച്ച ആരും തിരിച്ചു വന്നിട്ടില്ല. അർജുൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഗ്രന്ഥത്തിൽ ഷാംബാലയിലേക്കുള്ള വഴികളെക്കുറിച്ചും അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. ഒരു ഭൂപടം അതിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അത് ഹിമാലയത്തിലെ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് വിരൽ ചൂണ്ടി. ഇതാണ് വഴി, അർജുൻ പറഞ്ഞു. ഇതാണ് ഷാംബാലയിലേക്കുള്ള വഴി. ലാമ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈ വഴി അപകടകരമാണ് യുവനെ. ഇതിലൂടെ പോയവർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ചിലർ അപ്രത്യക്ഷരായി. എനിക്ക് ഭയമില്ല, അർജുൻ പറഞ്ഞു. എനിക്ക് ഷാംബാലയെ കണ്ടെത്തണം. അവർ അടുത്ത ദിവസം രാവിലെ യാത്ര തുടർന്നു. ഗ്രന്ഥത്തിൽ പറഞ്ഞിരുന്ന വഴികളിലൂടെ അവർ നടന്നു. ഓരോ ചുവടിലും അവർക്ക് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നു വന്നു. കുന്നിൻ മുകളിലൂടെയും പുഴ കടന്നും ഇടതൂർന്ന കാടുകളിലൂടെയും അവർ മുന്നോട്ട് നീങ്ങി. തണുത്ത കാറ്റ് അവരെ പൊതിഞ്ഞു. മരങ്ങളുടെ ഇലകൾ കാറ്റിൽ ആടിയുലഞ്ഞു. വിചിത്രമായ ശബ്ദങ്ങൾ കാടുകളിൽ നിന്ന് കേട്ടു. ഒരു ദിവസം വൈകുന്നേരം അവർ ഒരു ഗുഹയുടെ അടുത്തായി എത്തി. ഗുഹയുടെ വാതിൽ വലിയ കല്ലുകൾ കൊണ്ട് അടച്ചിരുന്നു. കല്ലുകളിൽ പുരാതന ലിഖിതങ്ങൾ കൊത്തിവച്ചിരുന്നു. ലാമ ആ ലിഖിതങ്ങൾ വായിച്ചു. ഇത് ഷാംബാലയിലേക്കുള്ള ഒരു വാതിലാണ്. പക്ഷേ ഇത് തുറക്കാൻ ഒരു പ്രത്യേക മന്ത്രം ആവശ്യമാണ്. ഏതാണ് ആ മന്ത്രം? അർജുൻ ചോദിച്ചു. ലാമ കുറച്ചുനേരം നിശബ്ദനായി നിന്നു. എന്നിട്ടവൻ പറഞ്ഞു, ഈ മന്ത്രം ഉച്ചരിക്കാൻ എനിക്ക് ഭയമാണ്. കാരണം ഇത് ലോകത്തിന് തന്നെ ഭീഷണിയാകും. എന്നാലും പറയൂ, അർജുൻ നിർബന്ധിച്ചു. എനിക്ക് ഷാംബാലയെ കണ്ടെത്തണം. ലാമ നെടുവീർപ്പിട്ടു. എന്നിട്ട് ആ മന്ത്രം ഉച്ചരിക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം ഗുഹയാകെ മുഴങ്ങി. മന്ത്രമുച്ചരിച്ചതും ഗുഹയുടെ വാതിലുകൾ വിറയ്ക്കാൻ തുടങ്ങി. കല്ലുകൾ തനിയെ മാറാൻ തുടങ്ങി. ഒരു വലിയ വാതിൽ അവർക്ക് മുന്നിൽ തുറന്നു. വാതിലിൻ്റെ ഉള്ളിൽ ഒരു ഇരുണ്ട ഇടനാഴിയായിരുന്നു. അർജുനൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൻ ലാമയെ നോക്കി. നമ്മൾ പോകുന്നു, അർജുൻ പറഞ്ഞു. അവർ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ തണുത്ത കാറ്റ് വീശി. ഇടനാഴി ഇരുണ്ടതായിരുന്നു. അവർക്ക് മുന്നോട്ടു പോകാൻ ഭയമുണ്ടായി. അർജുൻ തൻ്റെ ടോർച്ച് ഓണാക്കി. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മുന്നിൽ ഒരു വലിയ ഹാൾ കണ്ടു. ഹാളിൻ്റെ നടുവിൽ ഒരു വലിയ പ്രതിമ നിന്നിരുന്നു. പ്രതിമയുടെ കണ്ണുകൾ ചുവപ്പായിരുന്നു. അർജുന് ആ പ്രതിമയെ കണ്ടപ്പോൾ ഒരു ഭയം തോന്നി. ഇതാരാണ്? അർജുൻ ചോദിച്ചു. ഇതൊരു പുരാതന ദേവതയാണ്,
ലാമ പറഞ്ഞു. ശാംബാലയെ സംരക്ഷിക്കുന്ന ദേവത. പ്രതിമയുടെ ചുറ്റും പല ചെറിയ പ്രതിമകളുമുണ്ടായിരുന്നു. അവയെല്ലാം ഭീകരരൂപങ്ങളായിരുന്നു. അവയെ കണ്ടപ്പോൾ അർജുന് ഭയം തോന്നി. ഈ പ്രതിമകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അർജുൻ ചോദിച്ചു. ഇവ ശാംബാലയിലെ അപകടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, ലാമ പറഞ്ഞു. ഇവിടെ പലതരം ഇരുണ്ട ശക്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവർ ഹാൾ കടന്ന് മുന്നോട്ടു പോയി. ഇടനാഴിയുടെ അറ്റത്ത് ഒരു വലിയ വാതിൽ കണ്ടു. വാതിൽ തുറന്നപ്പോൾ അവർക്ക് മുന്നിൽ ഒരു പുതിയ ലോകം തുറന്നു. അതായിരുന്നു ശാംബാല. ശാംബാല ഒരു അത്ഭുത ലോകമായിരുന്നു. ചുറ്റും മനോഹരമായ പൂന്തോട്ടങ്ങളും വർണ്ണാഭമായ പൂക്കളും ഉയർന്നു നിൽക്കുന്ന മരങ്ങളും. ആകാശം നീല നിറമായിരുന്നു. സൂര്യൻ സ്വർണ്ണ നിറത്തിൽ പ്രകാശിച്ചു. അർജുനന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അർജുൻ പറഞ്ഞു. ഇത് സത്യമാണോ? അതെ, ഇത് സത്യമാണ്. ഇതാണ് ശാംബാല. അവർ നടന്നു മുന്നോട്ടു പോയി. ശാംബാലയിലെ ഓരോ കാഴ്ചയും അവനെ ആകർഷിച്ചു. മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും ക്രിസ്റ്റൽ ക്ലിയറായ തടാകങ്ങളും പച്ചപുതച്ച താഴ്വരകളും. ശാംബാല ഒരു പറുദീസയായിരുന്നു. എന്നാൽ ഈ സൗന്ദര്യത്തിന് ഒരു മറുവശമുണ്ടായിരുന്നോ? ഈ ലോകത്തിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ ഉയർന്നു. എന്തൊരു മനോഹരമായ കാഴ്ച, അർജുൻ ആവേശത്തോടെ പറഞ്ഞു. ഈ സ്ഥലം എൻ്റെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. സൗന്ദര്യം പലപ്പോഴും വഞ്ചനയുടെ മറവായിരിക്കും യുവനെ എന്ന് ലാമ മുന്നറിയിപ്പ് നൽകി. ഇവിടെ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. ശാംബാല അതിൻ്റെ യഥാർത്ഥ സ്വഭാവം എളുപ്പത്തിൽ വെളിപ്പെടുത്തില്ല. അവർ ശാംബാലയുടെ ഉള്ളിലേക്ക് നടന്നു. വഴിയോരങ്ങളിൽ മനോഹരമായ കൊത്തുപടികളുള്ള കെട്ടിടങ്ങൾ കണ്ടു. അവയെല്ലാം പുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. കെട്ടിടങ്ങൾക്ക് മുകളിൽ വിചിത്രമായ ചിഹ്നങ്ങൾ കൊത്തിവച്ചിരുന്നു. അവയെല്ലാം ഏതൊക്കെയോ പുരാതന ഭാഷയിലുള്ള ലിഖിതങ്ങളായിരുന്നു. അവർ ഒരു വലിയ മൈതാനത്തിലെത്തി. മൈതാനത്തിൻ്റെ നടുവിൽ ഒരു വലിയ ക്ഷേത്രം നിന്നിരുന്നു. ക്ഷേത്രം സ്വർണം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. സൂര്യപ്രകാശത്തിൽ ക്ഷേത്രം തിളങ്ങി നിന്നു. അർജുൻ ആശ്ചര്യത്തോടെ ക്ഷേത്രത്തിലേക്ക് നോക്കി. ഇതാണ് ശാംബാലയിലെ പ്രധാന ക്ഷേത്രം, ലാമ പറഞ്ഞു. ഇവിടെയാണ് ശാംബാലയുടെ രാജാക്കന്മാർ ജീവിച്ചിരുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ ശാംബാലയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ തണുത്ത കാറ്റ് വീശി. ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചിരുന്നു. ബുദ്ധൻ്റെയും ബോധിസത്വന്മാരുടെയും ശാംബാലയിലെ യോദ്ധാക്കളുടെയും ചിത്രങ്ങൾ. ചിത്രങ്ങളിൽ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അർജുന് തോന്നി. അവർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു. ഓരോ ചുവടിലും പുതിയ കാഴ്ചകൾ അവരെ കാത്തിരുന്നു. ഒരു മുറിയിൽ അവർ ഒരു വലിയ പ്രതിമ കണ്ടു. പ്രതിമ ഒരു യോദ്ധാവിൻ്റെതായിരുന്നു. യോദ്ധാവിൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. വാളിൽ തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ചിരുന്നു. ഇതാണ് ശാംബാലയിലെ ആദ്യ രാജാവ്, ലാമ പറഞ്ഞു. ലോകത്തെ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ആദ്യത്തെ യോദ്ധാവ്. അർജുൻ പ്രതിമയെ സൂക്ഷിച്ചു നോക്കി. യോദ്ധാവിൻ്റെ കണ്ണുകളിൽ ഒരുതരം ശക്തിയും ദൃഢതയും ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, അർജുൻ പറഞ്ഞു. അതെ, ലാമ പറഞ്ഞു. ശാംബാലയിലെ രാജാക്കന്മാർക്ക് അസാധാരണമായ ശക്തികളുണ്ടായിരുന്നു. അവർക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാനും മനസ്സുകൾ വായിക്കാനും ഭാവിയെ പ്രവചിക്കാനും കഴിഞ്ഞിരുന്നു. അവർ ആ മുറി കടന്ന് മുന്നോട്ടുപോയി. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പലതരം രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു മുറിയിൽ അവർ ഒരു വലിയ പുസ്തകം കണ്ടു. പുസ്തകം പഴയതായിരുന്നു. അതിൻ്റെ താളുകൾ മഞ്ഞ നിറമായിരുന്നു. ഇതൊരു പുരാതന ഗ്രന്ഥമാണ്, ലാമ പറഞ്ഞു. ശാംബാലയുടെ ചരിത്രവും രഹസ്യങ്ങളും പ്രവചനങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അർജുൻ ആവേശത്തോടെ പുസ്തകം തുറന്നു. അതിൻ്റെ താളുകളിൽ വിചിത്രമായ ചിഹ്നങ്ങളും ചിത്രങ്ങളും വരച്ചിരുന്നു. അവയെല്ലാം അവന് അപരിചിതമായിരുന്നു. ഇതേത് ഭാഷയിലാണ്? അർജുൻ ചോദിച്ചു. ഇതൊരു പുരാതന ഭാഷയാണ്, ലാമ പറഞ്ഞു. ശാംബാലയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷ. എനിക്കിതിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കാൻ കഴിയും. ലാമ പുസ്തകം വായിക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം ക്ഷേത്രത്തിനുള്ളിൽ മുഴങ്ങി. ഗ്രന്ഥത്തിൽ ശാംബാലയുടെ ഉത്ഭവത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിച്ച ദിവ്യശക്തികളെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജ്ഞാനികൾ ശാംബാലയിൽ എത്തിച്ചേർന്നതിനെക്കുറിച്ചും അവർ ശാംബാലയെ ഒരു പ്രകാശഗോപുരമാക്കി മാറ്റിയതിനെക്കുറിച്ചും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ
ഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ വായിച്ചപ്പോൾ ലാമയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. എന്താണ് സംഭവിച്ചത്? അർജുൻ ചോദിച്ചു. ഇതിൽ ചില ഭയാനകമായ പ്രവചനങ്ങൾ പറയുന്നുണ്ട്, ലാമ പറഞ്ഞു. ശാംബാലയുടെ സമാധാനം തകർക്കാൻ വരുന്ന ഒരു ഇരുണ്ട ശക്തിയെക്കുറിച്ച്. അർജുന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്താണ് ആ ശക്തി? അതൊരു പുരാതന തിന്മയാണ്, ലാമ പറഞ്ഞു. നൂറ്റാണ്ടുകളായി ശാംബാലയുടെ നിഴലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തി. അത് ഉണരുമ്പോൾ ശാംബാലയുടെ സമാധാനം തകരും, ലോകം ഇരുട്ടിലാകും. അർജുൻ പേടിയോടെ ലാമയെ നോക്കി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഈ രഹസ്യം കണ്ടെത്തണം. ആ ഇരുണ്ട ശക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം. അതിനെ എങ്ങനെ തടയാമെന്ന് നമ്മൾ കണ്ടെത്തണം. അവർ കൂടുതൽ താളുകൾ മറിച്ചു. ഗ്രന്ഥത്തിൽ ആ ഇരുണ്ട ശക്തിയെക്കുറിച്ചുള്ള സൂചനകളുണ്ടായിരുന്നു. അതൊരു പുരാതന മന്ത്രവാദിനിയാണെന്നും അവൾക്ക് അസാധാരണമായ ശക്തികളുണ്ടെന്നും അതിൽ പറയുന്നു. ശാംബാലയുടെ ആത്മാവിനെ നശിപ്പിക്കാനാണ് അവൾ വരുന്നതെന്നും ലോകം മുഴുവൻ തൻ്റെ ചൊൽപ്പിടിയിലാക്കാനാണ് അവൾ ശ്രമിക്കുന്നതെന്നും ഗ്രന്ഥം പറയുന്നു. എന്നാൽ പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിൽ ഒരു വലിയ ശബ്ദം കേട്ടു. ഭൂമി കുലുങ്ങാൻ തുടങ്ങി. ചുമരുകളിൽ നിന്ന് പൊടി താഴേക്ക് വീണു. എന്താണിത്? അർജുൻ ചോദിച്ചു. അവൾ ഉണർന്നിരിക്കുന്നു, ലാമ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു. ആ ഇരുണ്ട ശക്തി ഉണർന്നിരിക്കുന്നു. അവർക്ക് ചുറ്റും ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. ക്ഷേത്രത്തിനുള്ളിലെ വെളിച്ചം മങ്ങി. തണുത്ത കാറ്റ് കൂടുതൽ ശക്തിയായി വീശി. അർജുന് പേടി തോന്നി. നമ്മൾ ഇവിടെ നിന്ന് പോകണം, ലാമ കിതച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ നശിക്കും. അവർക്ക് പിന്നാലെ ആ ഇരുണ്ട ശക്തി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കാമായിരുന്നു. ഒരു വലിയ ശബ്ദത്തോടെ അത് അവർക്ക് പിന്നാലെ എത്തി. ഒരു ഭീകര രൂപം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ കണ്ണുകൾ ചുവപ്പായിരുന്നു. അതിൻ്റെ ശരീരം ഇരുണ്ടതായിരുന്നു. അർജുൻ പേടിയോടെ ആ രൂപത്തെ നോക്കി. ഇവളാണ് ആ മന്ത്രവാദിനി, ലാമ പറഞ്ഞു. ശാംബാലയെ നശിപ്പിക്കാൻ വന്നവൾ. മന്ത്രവാദിനി ഒരു ചിരിയോടെ അവരെ നോക്കി. അവളുടെ ചിരി ഭീകരമായിരുന്നു. നിങ്ങൾക്കെന്നെ തടയാൻ കഴിയില്ല, അവൾ പറഞ്ഞു. ശാംബാല എന്റേതാണ്, ലോകം എന്റേതാണ്. അവൾ തൻ്റെ ശക്തി ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു. അർജുനും ലാമായും പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ നിലത്തു വീണു. മന്ത്രവാദിനി അവരെ നോക്കി ചിരിച്ചു. നിങ്ങളെൻ്റെ കളിപ്പാട്ടങ്ങളാണ്, അവൾ പറഞ്ഞു. ഇനി ശാംബാല എൻ്റെ ചൊൽപ്പടിയിലായിരിക്കും. അവൾ തൻ്റെ ശക്തി ഉപയോഗിച്ച് ശാംബാലയെ നശിപ്പിക്കാൻ തുടങ്ങി. മനോഹരമായ പൂന്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങി. കെട്ടിടങ്ങൾ തകർന്നു വീണു. വെള്ളച്ചാട്ടങ്ങൾ വറ്റിപ്പോയി. ശാംബാല ഇരുട്ടിലായി. അർജുൻ പേടിയോടെ ഈ കാഴ്ച കണ്ടു. അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ഉയർന്നു. ശാംബാല നശിക്കുമോ? ഈ ലോകം ഇരുട്ടിലാകുമോ? അവൻ ലാമയെ നോക്കി. ലാമ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു. അവൻ അവനെ കുലുക്കി വിളിച്ചു. ലാമ, നമ്മളെന്തു ചെയ്യും? ലാമ പതിയെ കണ്ണുകൾ തുറന്നു. അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കം കണ്ടു. ഒന്നു മാത്രം, ലാമ പറഞ്ഞു. ശാംബാലയെ രക്ഷിക്കാൻ ഒരു വഴി മാത്രം. എന്താണത്? അർജുൻ ചോദിച്ചു. പുരാതന രാജാക്കന്മാരുടെ ശക്തി, ലാമ പറഞ്ഞു. അവർ ശാംബാലയെ സംരക്ഷിക്കാൻ ഒരു രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ട്. ആ രഹസ്യം നമ്മൾ കണ്ടെത്തണം. അവർക്ക് മുന്നിൽ ഒരു പുതിയ വെല്ലുവിളി ഉയർന്നു. മന്ത്രവാദിനിയുടെ ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ശാംബാലയെ രക്ഷിക്കാൻ അവർക്ക് ആ രഹസ്യം കണ്ടെത്തണം. ഇത് അവരുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. അർജുൻ ചുറ്റും നോക്കി. ശാംബാലയുടെ സൗന്ദര്യം പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. പച്ചപ്പ് കരിഞ്ഞുണങ്ങി. കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. നദികൾ വറ്റിവരണ്ടു. ശാംബാല ഇരുട്ടിലായി. എങ്ങനെയാണ് നമ്മൾ ആ ശക്തി കണ്ടെത്തുക, ലാമ? എല്ലാം നശിച്ചു കഴിഞ്ഞില്ലേ? അർജുൻ ചോദിച്ചു. ലാമ വേദനയോടെ കണ്ണുകൾ തുറന്നു. ശാംബാലയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെയുണ്ട് ഇവനെ. ഇരുട്ടിന് അതിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയില്ല. പുരാതന രാജാക്കന്മാർ ഒരടയാളം അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തണം. എന്തടയാളം? അർജുൻ ആകാംക്ഷയോടെ ചോദിച്ചു. കാലചക്രതന്ത്രയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പ്രകാശത്തിൻ്റെ കല്ല് എന്ന്. ലാമ കിതച്ചുകൊണ്ട് പറഞ്ഞു. അത് ശാംബാലയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. അതിന് മാത്രമേ ഈ ഇരുട്ടിനെ തുരത്താൻ കഴിയൂ. മന്ത്രവാദിനി ഒരു ഭീകരമായ ചിരിയോടെ അവർക്കടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞിരുന്നു. എന്താണ് നിങ്ങൾ മന്ത്രിക്കുന്നത്? വെറുതെ സമയം കളയരുത്. ശാംബാലയുടെ അന്ത്യമിത അടുത്തിരിക്കുന്നു. അവൾ തൻ്റെ കയ്യിൽ നിന്നൊരു കറുത്ത ഊർജ്ജഗോളം അവർക്ക് നേരെ എറിഞ്ഞു. അർജുൻ ലാമായെയും വലിച്ചുകൊണ്ട് ഒരു തകർന്ന കെട്ടിടത്തിൻ്റെ പിന്നിലേക്ക് ഒളിച്ചു. ഊർജ്ജഗോളം ചെന്ന് പതിച്ച സ്ഥലത്ത് വലിയൊരു സ്ഫോടനമുണ്ടായി. നമുക്ക് സമയമില്ല, അർജുൻ പറഞ്ഞു. എവിടെയാണ് ആ പ്രകാശത്തിൻ്റെ കല്ല്? ക്ഷേത്രത്തിനുള്ളിലാണ്, ലാമ പറഞ്ഞു. പ്രധാന ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ.
പക്ഷെ അവിടേക്കെത്തുക എന്നത് എളുപ്പമല്ല. അവിടെ ഇരുണ്ട ശക്തിയുടെ കാവലുണ്ട്. മന്ത്രവാദിനി വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർക്ക് നേരെ പറന്നു വന്നു. അർജുൻ ലാമയെ താങ്ങിക്കൊണ്ടോടി. അവരുടെ ലക്ഷ്യം തകർന്നടിഞ്ഞ ക്ഷേത്രമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം തകർന്നു കിടക്കുകയായിരുന്നു. ഉള്ളിൽ നിന്ന് ഭീകരമായ ശബ്ദങ്ങൾ കേട്ടു. അവർ ഉള്ളിലേക്ക് കടന്നു. ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ വരച്ച ചിത്രങ്ങൾ വികൃതമായിരുന്നു. ബുദ്ധൻ്റെയും ബോധിസത്വന്മാരുടെയും മുഖങ്ങൾ വികൃതമാക്കപ്പെട്ടിരുന്നു. ഇത് സഹിക്കാൻ കഴിയുന്നില്ല, അർജുൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. വേഗം, ലാമ പറഞ്ഞു, നമ്മൾക്ക് താഴേക്ക് പോകണം. ക്ഷേത്രത്തിൻ്റെ നടുവിലായി ഒരു വലിയ കുഴി കണ്ടു. അതിലൂടെ താഴേക്ക് ഒരു ഗുഹയിലേക്ക് വഴി തുറന്നിരുന്നു. ഗുഹയുടെ അരികിൽ നിന്നൊരു തണുത്ത കാറ്റ് വീശി. അതിലൊരുതരം ദുർഗന്ധമുണ്ടായിരുന്നു. അവർ ഗുഹയിലേക്കിറങ്ങി. ഇരുണ്ടതും ഇടുങ്ങിയതുമായ വഴിയായിരുന്നു. ഓരോ ചുവടിലും അവർക്ക് ഭയം തോന്നി. ഗുഹയുടെ ഉള്ളിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. വെള്ളം ഇറ്റിയിറ്റി വീഴുന്ന ശബ്ദവും ചില അജ്ഞാത ജീവികളുടെ ശബ്ദങ്ങളും. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർക്ക് മുന്നിൽ ഒരു വലിയ കവാടം കണ്ടു. കവാടം കറുത്ത ലോഹം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതിൽ വിചിത്രമായ ചിഹ്നങ്ങൾ കൊത്തിവെച്ചിരുന്നു. കവാടത്തിനു മുന്നിൽ ഭീകരരൂപങ്ങളായ ചില കാവൽക്കാർ നിന്നിരുന്നു. അവർക്ക് മനുഷ്യന്റെ രൂപമുണ്ടായിരുന്നില്ല. വലിയ നഖങ്ങളും ചുവന്ന കണ്ണുകളുമുള്ള രൂപങ്ങൾ. ഇവരാണ് ഇരുണ്ട ശക്തിയുടെ കാവൽക്കാർ, ലാമ പറഞ്ഞു. ഇവരെ തോൽപ്പിക്കാതെ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. അർജുൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തിയെടുത്തു. ലാമ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ മന്ത്രച്ചരടെടുത്തു. ഇത് ബുദ്ധന്റെ അനുഗ്രഹമുള്ളതാണ്, ലാമ പറഞ്ഞു. ഇത് നമ്മളെ സംരക്ഷിക്കും. കാവൽക്കാർ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. അർജുൻ അവരുമായി ഏറ്റുമുട്ടി. അവന്റെ കത്തി കാവൽക്കാരുടെ ശരീരത്തിൽ തട്ടിത്തെറിച്ചു. അവർക്ക് ഒരു പോരൽ പോലുമേറ്റില്ല. കാവൽക്കാർക്ക് അസാധാരണമായ ശക്തികളുണ്ടായിരുന്നു. അർജുൻ ഒരു നിമിഷം പകച്ചുപോയി. അവൻ ലാമയെ നോക്കി. ലാമ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അവന്റെ മന്ത്രം കാവൽക്കാർക്ക് വേദനയുണ്ടാക്കി. അവർക്ക് ചുറ്റുമൊരു പ്രകാശവലയം രൂപപ്പെട്ടു. മന്ത്രത്തിന്റെ ശക്തിയിൽ കാവൽക്കാർക്ക് ശക്തി കുറഞ്ഞു. അർജുൻ ഈ അവസരം മുതലെടുത്തു. അവൻ തന്റെ കത്തി ഉപയോഗിച്ച് കാവൽക്കാരെ ആക്രമിച്ചു. ഓരോ കാവൽക്കാരനെയും അവൻ നിലംപരിശാക്കി. എങ്കിലും ഓരോ കാവൽക്കാരനെയും തോൽപ്പിക്കുമ്പോൾ അർജുന്റെ ശരീരം തളർന്നു. അവന്റെ കയ്യിൽ മുറിവുകൾ പറ്റി. ലാമയും തളർന്നിരുന്നു. അവർ കവാടത്തിനു മുന്നിലെത്തി. കവാടം തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് തുറക്കാൻ കഴിഞ്ഞില്ല. ഇത് പൂട്ടിയിരിക്കുകയാണ്, അർജുൻ പറഞ്ഞു. നമ്മൾ എന്തു ചെയ്യും? ഈ കവാടം തുറക്കാൻ ഒരു പ്രത്യേക മന്ത്രം ആവശ്യമാണ്, ലാമ പറഞ്ഞു. അത് പുരാതന രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രമാണ്. ഏതാണാ മന്ത്രം? ലാമ തന്റെ കണ്ണുകൾ അടച്ച് ധ്യാനിക്കാൻ തുടങ്ങി. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവനൊരു പുരാതന മന്ത്രം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അവന്റെ കണ്ണുകൾ തുറന്നു. ഓർമ്മ വന്നു, ലാമ പറഞ്ഞു. ലാമ ആ മന്ത്രം ഉച്ചരിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദം ഗുഹയാകെ മുഴങ്ങി. മന്ത്രം ഉച്ചരിച്ചതും കവാടം വിറയ്ക്കാൻ തുടങ്ങി. കവാടത്തിലെ ചിഹ്നങ്ങൾ തിളങ്ങി. ഒരു വലിയ ശബ്ദത്തോടെ കവാടം തുറന്നു. അവർക്ക് മുന്നിലൊരു വലിയ ഹാൾ കണ്ടു. ഹാളിന്റെ നടുവിൽ ഒരു വലിയ സ്തൂപം നിന്നിരുന്നു. സ്തൂപത്തിനു മുകളിൽ ഒരു വലിയ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. കല്ല് തിളങ്ങി നിന്നു. അതിൽ നിന്ന് ഒരു തരം ഊർജം പ്രവഹിച്ചു. അതാണ് പ്രകാശത്തിന്റെ കല്ല്, ലാമ പറഞ്ഞു. ശാംബാലയുടെ ആത്മാവ്. അവർ കല്ലിന്റെ അടുത്തേക്ക് നടന്നു. കല്ലിനു ചുറ്റും ഒരു പ്രകാശവലയമുണ്ടായിരുന്നു. അർജുൻ കല്ലിനെ തൊടാൻ ശ്രമിച്ചു. പക്ഷേ ഒരു അദൃശ്യ ശക്തി അവനെ തടഞ്ഞു. ഇതെടുക്കാൻ കഴിയില്ല, അർജുൻ പറഞ്ഞു. എന്താണിത്? ഈ കല്ല് ഒരു പ്രത്യേക ശക്തിയാൽ ബന്ധിതമാണ്. അതെടുക്കാൻ ഒരു യഥാർത്ഥ ശാംബാലയിലെ രാജാവിന് മാത്രമേ കഴിയൂ. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അർജുൻ ചോദിച്ചു. മന്ത്രവാദിനി ശാംബാലയെ നശിപ്പിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഹാളിനുള്ളിൽ ഒരു വലിയ ശബ്ദം കേട്ടു. മന്ത്രവാദിനി ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവളുടെ കണ്ണുകൾ ദേഷ്യം നിറഞ്ഞിരുന്നു. നിങ്ങളെന്നെ തടയാൻ നോക്കുകയാണോ? അവൾ ചിരിച്ചു. നിങ്ങൾക്കതിന് കഴിയില്ല. അവൾ തന്റെ ശക്തി ഉപയോഗിച്ച് അർജുനെയും ലാമയെയും ആക്രമിച്ചു. അവർ നിലത്തു വീണു. മന്ത്രവാദിനി കല്ലിന്റെ അടുത്തേക്ക് നടന്നു. അവൾ കല്ലിനെ തൊടാൻ ശ്രമിച്ചു. പക്ഷേ കല്ലിൽ നിന്നൊരു പ്രകാശരശ്മി പുറത്തുപെട്ടു. അതവളെ പിന്നോട്ട് തള്ളി. മന്ത്രവാദിനി ദേഷ്യത്തോടെ അലറി. എനിക്കീ കല്ല് വേണം.
അവൾ വീണ്ടും കല്ലിനെ ആക്രമിക്കാൻ തുടങ്ങി. അർജുൻ ലാമയെ നോക്കി. നമ്മൾക്കെന്തെങ്കിലും ചെയ്യണം. ഒരേയൊരു വഴി, ലാമ പറഞ്ഞു. നമ്മൾ കല്ലിനെ ഉണർത്തണം, അതിന് പൂർണ്ണ ശക്തി നൽകണം. എങ്ങനെ? ഒരു യഥാർത്ഥ രാജാവ്. രാജാവിൻ്റെ രക്തം ഈ കല്ലിൽ വീഴണം, അപ്പോൾ കല്ലുണരും. പക്ഷേ ഇവിടെ രാജാവാരുമില്ലല്ലോ, അർജുൻ ചോദിച്ചു. ലാമ അർജുൻ്റെ കയ്യിൽ പിടിച്ചു. യുവനെ, നീയാണ് ആ രാജാവ്. നിന്റെ ഉള്ളിൽ ശാംബാലയുടെ രക്തമുണ്ട്. നിന്റെ ധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. അർജുൻ ഞെട്ടിപ്പോയി. ഞാനോ? എങ്ങനെ? നിനക്കോർമ്മയില്ലായിരിക്കാം, പക്ഷെ നീ ശാംബാലയുടെ ഒരു പുരാതന വംശത്തിൽപ്പെട്ടവനാണ്. നിന്റെ പൂർവികർ ഈ രാജ്യത്തെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോൾ ശാംബാലയെ സംരക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. മന്ത്രവാദിനി കല്ലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. കല്ലിൽ നിന്ന് പ്രകാശരശ്മികൾ പുറത്തുപെട്ടു. പക്ഷേ മന്ത്രവാദിനിയുടെ ശക്തിക്ക് മുന്നിൽ കല്ല് ചെറുത്തുനിൽക്കാൻ പാടുപെട്ടു. അർജുൻ എഴുന്നേറ്റു. അവൻ്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ഉടലെടുത്തു. അവൻ കല്ലിൻ്റെ അടുത്തേക്ക് നടന്നു. മന്ത്രവാദിനി അവനെ കണ്ടു. നീ എന്തു ചെയ്യാനാണ്? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. നിനക്കെന്നെ തടയാൻ കഴിയില്ല. അർജുൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്തു. അവൻ തൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കി. അവൻ്റെ രക്തം കല്ലിൽ വീണു. രക്തം വീണതും കല്ല് കൂടുതൽ തിളങ്ങാൻ തുടങ്ങി. കല്ലിൽ നിന്നൊരു വലിയ പ്രകാശരശ്മി പുറത്തുപെട്ടു. അത് മന്ത്രവാദിനിയെ ലക്ഷ്യമാക്കി പാഞ്ഞു. മന്ത്രവാദിനി അലറി. പ്രകാശരശ്മി അവളുടെ ശരീരത്തിൽ പതിച്ചു. അവൾക്ക് ചുറ്റും ഒരു പ്രകാശവലയം രൂപപ്പെട്ടു. മന്ത്രവാദിനിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് ചുറ്റും ഇരുട്ട് വ്യാപിച്ചു. പ്രകാശരശ്മി മന്ത്രവാദിനിയെ വിഴുങ്ങി. അവളൊരു നിലവിളിയോടെ അപ്രത്യക്ഷയായി. ഹാളിനുള്ളിൽ നിശബ്ദത തളം കെട്ടി. പ്രകാശത്തിൻ്റെ കല്ല് ശാന്തമായി തിളങ്ങി നിന്നു. അർജുൻ തളർന്നു നിലത്തിരുന്നു. അവൻ്റെ ശരീരം വേദനിച്ചു. ലാമ അവൻ്റെ അടുത്തേക്ക് വന്നു. നീ ശാംബാലയെ രക്ഷിച്ചു യുവനെ, ലാമ പറഞ്ഞു. നീ ഒരു യഥാർത്ഥ രാജാവാണ്. അർജുൻ കല്ലിനെ നോക്കി. കല്ലിൽ നിന്ന് ഒരുതരം സമാധാനം പ്രവഹിച്ചു. ശാംബാല വീണ്ടും പ്രകാശത്തിൽ മുങ്ങി. മനോഹരമായ പൂന്തോട്ടങ്ങൾ വീണ്ടും വിരിഞ്ഞു. കെട്ടിടങ്ങൾ പഴയപടി തിരികെ എത്തി. നദികൾ വീണ്ടും ഒഴുകാൻ തുടങ്ങി. ശാംബാല അതിൻ്റെ പഴയ സൗന്ദര്യത്തിലേക്ക് മടങ്ങി. എല്ലാം അവസാനിച്ചോ? അർജുൻ ചോദിച്ചു. ലാമ കല്ലിനെ നോക്കി. ഇല്ല യുവനെ, ഇതൊരു തുടക്കം മാത്രം. ശാംബാലിയുടെ രഹസ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. ഈ കല്ല് നിന്നെ ഇവിടെ എത്തിച്ചത് ഒരു കാരണത്തിനു വേണ്ടിയാണ്. അർജുൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. അവൻ കല്ലിനെ വീണ്ടും തൊട്ടു. ഇത്തവണ കല്ലവനെ തടഞ്ഞില്ല. പകരം ഒരു ഊഷ്മളമായ അനുഭവം അവൻ്റെ ഉള്ളിലേക്ക് പ്രവഹിച്ചു. കല്ലിൻ്റെ പ്രകാശം അവൻ്റെ ശരീരത്തിൽ അലിഞ്ഞുചേരുന്നതുപോലെ തോന്നി. അവൻ്റെ മുറിവുകൾ കല്ലിൻ്റെ സ്പർശനത്താൽ മാഞ്ഞുപോയി. അവനൊരു പുതിയ ഊർജം ലഭിച്ചതുപോലെ തോന്നി. ഈ കല്ലിന് ജീവനുണ്ട്, അർജുൻ അത്ഭുതത്തോടെ പറഞ്ഞു. അതെ, ഇത് ശാംബാലയുടെ ജീവനാണ്. അതിൻ്റെ ഓർമ്മകളും ശക്തികളുമെല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അത് നിന്റെ ഉള്ളിലുണ്ട്. അർജുൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കി. അവനൊരു പുതിയ ശക്തി അനുഭവപ്പെട്ടു. അവൻ്റെ കാഴ്ചകൾക്ക് കൂടുതൽ വ്യക്തത വന്നു. അവൻ്റെ കേൾവിക്ക് കൂടുതൽ തീവ്രത ലഭിച്ചു. അവന് ചുറ്റുമുള്ള പ്രകൃതിയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതുപോലെ തോന്നി. മരങ്ങളുടെ മർമ്മരവും കാറ്റിൻ്റെ ശബ്ദവും നദിയുടെ ഒഴുക്കും അവന് പുതിയ അർത്ഥങ്ങൾ നൽകി. എന്താണ് ഇനി? അർജുൻ ചോദിച്ചു. മന്ത്രവാദിനി ശരിക്കും നശിച്ചുവോ? അവൾ വീണ്ടും വരുമോ? ലാമ തലയാട്ടി. അവൾ പൂർണ്ണമായി നശിച്ചിട്ടില്ല യുവനെ. ഇരുട്ടിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. അതിനെ നിയന്ത്രിക്കാനേ കഴിയൂ. പ്രകാശത്തിൻ്റെ കല്ല് അവളെ താൽക്കാലികമായി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവൾ വീണ്ടും വരും, പക്ഷേ അതിന് സമയമെടുക്കും. അതുവരെ നമ്മൾ ശാംബാലയെ സംരക്ഷിക്കാൻ തയ്യാറാകണം. അർജുൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. ശാംബാലയുടെ ചരിത്രം, അതിൻ്റെ രഹസ്യങ്ങൾ, അവൻ്റെ പൂർവികരാരായിരുന്നു, ഈ ശക്തി അവൻ എന്തിനാണ് ലഭിച്ചത്, അവൻ ഈ ശക്തി എങ്ങനെ ഉപയോഗിക്കണം. നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ പരിശോധന നടത്തണം, അർജുൻ പറഞ്ഞു. ഈ കല്ലിനെക്കുറിച്ചും എൻ്റെ പൂർവികരെക്കുറിച്ചും ഈ രാജ്യത്തെക്കുറിച്ചും കൂടുതൽ അറിയണം. ലാമ സമ്മതിച്ചു. അവർ ക്ഷേത്രത്തിൻ്റെ ഓരോ കൂണും പരിശോധിച്ചു. അവർ പുതിയ രഹസ്യങ്ങൾ കണ്ടെത്തി. ചുമരുകളിൽ കൊത്തിയ ലിഖിതങ്ങളിൽ നിന്ന് ശാംബാലയുടെ പുരാതന ചരിത്രം അവർ മനസ്സിലാക്കി. കാലചക്രതന്ത്രത്തിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അവർക്ക് കൂടുതൽ വ്യക്തമായി. ശാംബാല ഒരു മറഞ്ഞിരിക്കുന്ന നഗരം മാത്രമല്ലായിരുന്നു, അതൊരു വലിയ ശക്തികേന്ദ്രമായിരുന്നു.
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജ്ഞാനികളും യോഗികളും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അവർ പ്രപഞ്ചരഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചു, പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ശക്തികൾ വികസിപ്പിച്ചു. അവർക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ ശാംബാലയെ ഒരു താവളമായി ഉപയോഗിച്ചിരുന്നുവെന്നും ചില ലിഖിതങ്ങളിൽ പറയുന്നു. അർജുൻ ഞെട്ടിപ്പോയി. അന്യഗ്രഹ ജീവികളോ? ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രപഞ്ചം വളരെ വലുതാണ് യുവനെ, ലാമ പറഞ്ഞു. നമ്മൾക്കറിയാത്ത പല രഹസ്യങ്ങളും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ശാംബാല ആ രഹസ്യങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അവർ ക്ഷേത്രത്തിൻ്റെ ഒരു രഹസ്യ അറ കണ്ടെത്തി. അറയ്ക്കുള്ളിൽ പുരാതനമായ ഉപകരണങ്ങളും ഭൂപടങ്ങളും രഹസ്യഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിരുന്നു. അവയെല്ലാം ശാംബാലയുടെ കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. ഒരു ഭൂപടത്തിൽ ഹിമാലയത്തിലെ മറ്റു ചില മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. അവയും ശാംബാലിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ സ്ഥലങ്ങൾ ശാംബാലിയുടെ ശക്തികേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നുവെന്നും അവയെല്ലാം ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായിരുന്നുവെന്നും അവർ മനസ്സിലാക്കി. അപ്പോൾ ശാംബാല ഒറ്റപ്പെട്ടൊരു സ്ഥലമല്ല, അർജുൻ പറഞ്ഞു. ഇതൊരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. അതെ, ലാമ പറഞ്ഞു. എന്നാൽ കാലം മാറിയപ്പോൾ ഈ സാമ്രാജ്യം തകർന്നു. പല സ്ഥലങ്ങളും നശിച്ചുപോയി. ചിലത് ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. അർജുൻ ഭൂപടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരടയാളം കണ്ടു. അതൊരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു പ്രകാശകിരണം പതിക്കുന്നതിനെ സൂചിപ്പിച്ചു. ഇതെന്താണ്? അർജുൻ ചോദിച്ചു. അതൊരു ഊർജ്ജകേന്ദ്രമാണ്, ഷാർബാലിയുടെ പ്രധാന ഊർജ്ജകേന്ദ്രം. അവിടെയാണ് പുരാതന രാജാക്കന്മാർ അവരുടെ ശക്തികൾ സംഭരിച്ചിരുന്നത്. ആ സ്ഥലം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് കൂടുതൽ ശക്തി ലഭിക്കും. അർജുൻ്റെ മനസ്സിൽ ഒരു പുതിയ ലക്ഷ്യം ഉടലെടുത്തു. അവൻ ആ ഊർജ്ജകേന്ദ്രം കണ്ടെത്തണം. ശാംബാലയുടെ പൂർണ്ണശക്തി അവൻ ആവശ്യമായിരുന്നു. മന്ത്രവാദിനി വീണ്ടും വരുമ്പോൾ അവളെ നേരിടാൻ അവന് തയ്യാറാകണം. അവർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. ശാംബാലയുടെ അന്തരീക്ഷം ശാന്തമായിരുന്നു. പക്ഷികൾ പാടുന്നുണ്ടായിരുന്നു. പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. എല്ലാം പഴയപടി തിരികെ എത്തിയിരുന്നു. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞാൻ എൻ്റെ ജീവൻ നൽകും, അർജുൻ പറഞ്ഞു. നിന്റെ ഉള്ളിൽ ശാംബാലിയുടെ ആത്മാവുണ്ട് യുവനെ. നിനക്ക് ഈ രാജ്യത്തെ നയിക്കാൻ കഴിയും. പക്ഷേ അതിനൊരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അവർ കുറച്ചു ദിവസം ശാംബാലയിൽ വിശ്രമിച്ചു. അർജുൻ കല്ലിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിച്ചു. അവൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉടലെടുത്തു. അവന് ചുറ്റുമുള്ള ജീവജാലങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അവൻ്റെ സ്പർശനത്താൽ രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ അവർ അടുത്ത യാത്രയ്ക്ക് തയ്യാറായി. അവരുടെ ലക്ഷ്യം ഊർജ്ജകേന്ദ്രം കണ്ടെത്തുക എന്നതായിരുന്നു. ഹിമാലയത്തിലെ ഒരു മറഞ്ഞിരിക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു അത്. യാത്ര ദുർഘടമായിരുന്നു. അവർക്ക് ശാംബാലയിൽ നിന്ന് പുറത്തു കടക്കണം. പിന്നീട് മഞ്ഞുമൂടിയ മലനിരകളിലൂടെയും ആഴമേറിയ ഗർത്തങ്ങളിലൂടെയും ഇടതൂർന്ന കാടുകളിലൂടെയും അവർക്ക് മുന്നോട്ടു പോകണം. അവർ ഗുഹയിലൂടെ പുറത്തേക്കു കടന്നു. പുറത്ത് തണുത്ത കാറ്റ് വീശി. മഞ്ഞുമൂടിയ കൊടുമുടികൾ ദൂരെ തലയുയർത്തി നിന്നു. അർജുൻ്റെ ഉള്ളിൽ ഒരുതരം ദൃഢനിശ്ചയം നിറഞ്ഞു. നമ്മൾക്ക് മുന്നോട്ടു പോകണം, അർജുൻ പറഞ്ഞു. ശാംബാലയെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. യാത്ര തുടങ്ങി. ഹിമാലയം അതിൻ്റെ എല്ലാ ഭീകരതകളോടെയും അവരെ എതിരേറ്റു. ഓരോ ചുവടിലും അപകടങ്ങൾ പതിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നു. ഒരു ദിവസം രാത്രി അവർ ഒരു വലിയ മലയിടക്കിലെത്തി. മലയിടക്ക് വളരെ ആഴമുള്ളതായിരുന്നു. താഴേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നമ്മളിതെങ്ങനെ കടന്നുപോകും? അർജുൻ ചോദിച്ചു. ലാമ മലയിടക്കിന് ചുറ്റും നോക്കി. അവനൊരു പഴയ മരപ്പാലം കണ്ടെത്തി. പാലം വളരെ ദുർബലമായിരുന്നു. അതിൻ്റെ പല ഭാഗങ്ങളും നശിച്ചുപോയിരുന്നു. ഈ പാലത്തിലൂടെ നമ്മൾക്ക് പോകാൻ കഴിയില്ല, അർജുൻ പറഞ്ഞു. നമ്മൾക്ക് മറ്റു വഴികളില്ല. ഈ പാലത്തിലൂടെ പോകാതെ നമ്മൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. അവർ പാലത്തിലൂടെ നടന്നു. ഓരോ ചുവടിലും പാലം വിറച്ചു. തണുത്ത കാറ്റ് അവരെ തല്ലി. താഴേക്ക് നോക്കിയാൽ മരണത്തിൻ്റെ ആഴം മാത്രം. അർജുൻ തൻ്റെ കയ്യിൽ പ്രകാശത്തിൻ്റെ കല്ല് മുറുകെ പിടിച്ചു. അതിൻ്റെ ഊർജം അവന് ധൈര്യം നൽകി. പാലത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ പാലമൊടിഞ്ഞു. അർജുനും ലാമയും താഴേക്ക് പതിച്ചു. അർജുൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് ഒരു പ്രകാശവലയം സൃഷ്ടിച്ചു. അതവരെ താഴെ വീഴാതെ താങ്ങി നിർത്തി. നിനക്ക് ശക്തി ലഭിച്ചിരിക്കുന്നു, ലാമ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അർജുൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് പാലത്തെ പുനർനിർമ്മിച്ചു. കല്ലിൽ നിന്ന് ഊർജം പ്രവഹിച്ചു. പാലം പഴയപടി തിരികെയെത്തി. അവർ പാലം കടന്ന് അപ്പുറമെത്തി. നമ്മൾക്കിനി മുന്നോട്ടു പോകാം, അർജുൻ പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം നിറഞ്ഞു. യാത്ര തുടർന്നു. അവർക്ക് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നു. മഞ്ഞുമൂടിയ മലനിരകളിലൂടെ അവർ മുന്നോട്ട് നീങ്ങി. തണുപ്പും വിശപ്പും അവരെ തളർത്തി. പക്ഷേ അർജുൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ശക്തി അവന് ഊർജം നൽകി.
ഒരു ദിവസം അവർ ഒരു മഞ്ഞുമൂടിയ ഗുഹയിലെത്തി. ഗുഹയുടെ വാതിൽ വലിയ മഞ്ഞുകട്ടകൾ കൊണ്ട് അടച്ചിരുന്നു. ഈ ഗുഹയാണ് ഊർജ്ജകേന്ദ്രത്തിലേക്കുള്ള വഴി, ലാമ പറഞ്ഞു. പക്ഷേ ഈ മഞ്ഞുകട്ടകൾ എങ്ങനെ മാറ്റും? അർജുൻ തന്റെ ശക്തി ഉപയോഗിച്ച് മഞ്ഞുകട്ടകളെ ആക്രമിച്ചു. കല്ലിൽ നിന്ന് ഊർജ്ജം പ്രവഹിച്ചു. മഞ്ഞുകട്ടകൾ തകർന്നുപോയി. ഗുഹയുടെ വാതിൽ തുറന്നു. അവർ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ തണുത്ത കാറ്റ് വീശി. ഗുഹയുടെ ഉള്ളിൽ ഒരുപാട് വഴികളുണ്ടായിരുന്നു. ഏത് വഴിയാണ് നമ്മൾക്ക് പോകേണ്ടത്? അർജുൻ ചോദിച്ചു. ലാമ തന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂപടമെടുത്തു. ഭൂപടത്തിൽ ഗുഹയുടെ വഴികൾ അടയാളപ്പെടുത്തിയിരുന്നു. ഈ വഴിയാണ് നമ്മൾക്ക് പോകേണ്ടത്. ഇത് ഊർജ്ജകേന്ദ്രത്തിലേക്കുള്ള വഴിയാണ്. അവർ ഗുഹയുടെ ഉള്ളിലൂടെ നടന്നു. ഇരുണ്ടതും ഇടുങ്ങിയതുമായ വഴിയായിരുന്നു. ഓരോ ചുവടിലും അവർക്ക് ഭയം തോന്നി. ഗുഹയുടെ ഉള്ളിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർക്ക് മുന്നിൽ ഒരു വലിയ ഹാൾ കണ്ടു. ഹാളിന്റെ നടുവിൽ ഒരു വലിയ പ്രതിമ നിന്നിരുന്നു. പ്രതിമ ഒരു യോദ്ധാവിൻ്റേതായിരുന്നു. യോദ്ധാവിൻ്റെ കയ്യിൽ ഒരു ദിവ്യായുധമുണ്ടായിരുന്നു. ഇത് പുരാതന രാജാക്കന്മാരുടെ ഒരു പ്രതിമയാണ്, ലാമ പറഞ്ഞു. ഈ യോദ്ധാവാണ് ഊർജ്ജകേന്ദ്രത്തെ സംരക്ഷിക്കുന്നത്. പ്രതിമയ്ക്ക് ചുറ്റും ഒരു പ്രകാശവലയമുണ്ടായിരുന്നു. അർജുൻ പ്രതിമയെ തൊടാൻ ശ്രമിച്ചു. പക്ഷേ ഒരു അദൃശ്യ ശക്തി അവനെ തടഞ്ഞു. ഈ പ്രതിമ നമ്മളെ തടയുകയാണോ? അർജുൻ ചോദിച്ചു. അതെ, ലാമ പറഞ്ഞു. ഈ ഊർജ്ജകേന്ദ്രം സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രത്യേക മന്ത്രം ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ രാജാവ്. അർജുൻ കല്ലിനെ നോക്കി. എന്റെ ഉള്ളിൽ രാജാവിന്റെ രക്തമുണ്ട്. എനിക്ക് ഈ കല്ലിന്റെ ശക്തിയുണ്ട്. എനിക്ക് ഈ പ്രതിമയെ കടന്നുപോകാൻ കഴിയും. അർജുൻ തന്റെ ശക്തി ഉപയോഗിച്ച് പ്രതിമയെ ആക്രമിച്ചു. കല്ലിൽ നിന്ന് ഊർജ്ജം പ്രവഹിച്ചു. പ്രകാശരശ്മി പ്രതിമയിൽ പതിച്ചു. പ്രതിമയുടെ പ്രകാശവലയം തകർന്നു. പ്രതിമയുടെ കണ്ണുകൾ തിളങ്ങി. ഒരു ശബ്ദം ഹാളിനുള്ളിൽ മുഴങ്ങി. സ്വാഗതം യുവരാജാവേ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അർജുൻ ഞെട്ടിപ്പോയി. പ്രതിമ സംസാരിച്ചു. ഞാനാണ് ഈ ഊർജ്ജകേന്ദ്രത്തിന്റെ കാവൽക്കാരൻ. നിനക്കിവിടെ പ്രവേശിക്കാൻ യോഗ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശാംഭാലെ സംരക്ഷിക്കാൻ വന്ന യുവരാജാവേ, വരൂ, ഈ ഊർജ്ജകേന്ദ്രം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. പ്രതിമയുടെ വാതിലുകൾ തുറന്നു. അവർക്ക് മുന്നിൽ ഒരു പുതിയ ലോകം തുറന്നുകെട്ടി. അതായിരുന്നു ഊർജ്ജകേന്ദ്രം. ഊർജ്ജകേന്ദ്രം ഒരു അത്ഭുത ലോകമായിരുന്നു. ചുറ്റും തിളങ്ങുന്ന ക്രിസ്റ്റൽ കല്ലുകളും ഊർജ്ജം പ്രവഹിക്കുന്ന സ്തൂപങ്ങളും. ആകാശം നീലനിറമായിരുന്നു. സൂര്യൻ സ്വർണ്ണനിറത്തിൽ പ്രകാശിച്ചു. അർജുന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അർജുൻ പറഞ്ഞു. ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഇത് സത്യമാണ് യുവനെ, ലാമ പറഞ്ഞു. ഇതാണ് ശാംബാലയുടെ ഹൃദയം. ഇവിടെയാണ് ഈ രാജ്യത്തിന്റെ ശക്തി സംഭരിച്ചിരിക്കുന്നത്. അവർ ഊർജ്ജകേന്ദ്രത്തിന്റെ ഉള്ളിലേക്ക് നടന്നു. ഓരോ ചുവടിലും അവർക്ക് പുതിയ അനുഭവങ്ങൾ ലഭിച്ചു. ഊർജം അവരുടെ ശരീരത്തിൽ പ്രവഹിച്ചു. അവരുടെ മനസ്സുകൾക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചു. അവർ ഊർജ്ജകേന്ദ്രത്തിന്റെ നടുവിലെത്തി. അവിടെ ഒരു വലിയ ക്രിസ്റ്റൽ സ്തൂപം നിന്നിരുന്നു. സ്തൂപത്തിൽ നിന്ന് ഊർജം പ്രവഹിച്ചു. സ്തൂപത്തിനു ചുറ്റും പുരാതന ലിഖിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ശാംബാലയുടെ പ്രധാന ഊർജ്ജസ്രോതസ്, ലാമ പറഞ്ഞു. ഈ സ്തൂപത്തിൽ നിന്നാണ് ശാംബാലയ്ക്ക് ശക്തി ലഭിക്കുന്നത്. നിനക്ക് ഈ ഊർജം നിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ നിന്റെ ശക്തി വർദ്ധിക്കും. അർജുൻ സ്തൂപത്തിന്റെ അടുത്തേക്ക് നടന്നു. അവൻ സ്തൂപത്തെ തൊട്ടു. ഊർജം അവന്റെ ഉള്ളിലേക്ക് പ്രവഹിച്ചു. അവന്റെ ശരീരം തിളങ്ങാൻ തുടങ്ങി. അവന്റെ ശക്തി വർദ്ധിച്ചു. അവന്റെ മനസ്സിൽ ശാംബാലയുടെ ചരിത്രവും രഹസ്യങ്ങളും തെളിഞ്ഞുവന്നു. അവന്റെ പൂർവികർ ആരായിരുന്നു എന്നും അവർ എങ്ങനെ ഈ രാജ്യത്തെ സംരക്ഷിച്ചുവെന്നും അവന് മനസ്സിലായി. അവന്റെ ഉള്ളിൽ ഒരു പുതിയ ധാരണ ഉടലെടുത്തു. ശാംബാല വെറുമൊരു രാജ്യമായിരുന്നില്ല. അതൊരു ആശയം, ഒരു ജീവിത രീതിയായിരുന്നു. സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ലോകം. ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമായിരുന്നു. അർജുൻ തന്റെ കണ്ണുകൾ തുറന്നു. അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം കണ്ടു. അവൻ ലാമയെ നോക്കി. എനിക്കു മനസ്സിലായി, അർജുൻ പറഞ്ഞു. എന്റെ ലക്ഷ്യം എനിക്കു മനസ്സിലായി. ലാമ പുഞ്ചിരിച്ചു. ഇപ്പോൾ നീ ശാംബാലയുടെ യഥാർത്ഥ രാജാവായി മാറിയിരിക്കുന്നു. നിനക്ക് ഈ രാജ്യത്തെ നയിക്കാൻ കഴിയും. ഇരുട്ടിനെ തുരത്താൻ നിനക്ക് കഴിയും. അർജുൻ ഊർജ്ജകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. അവന്റെ ഉള്ളിൽ പുതിയ ശക്തിയും ആത്മവിശ്വാസവും നിറഞ്ഞു. അവൻ ലാമായെയും കൂട്ടി ശാംബാലയിലേക്ക് മടങ്ങി. ശാംബാലയിൽ തിരിച്ചെത്തിയപ്പോൾ ജനങ്ങൾ അവനെ എതിരേറ്റു. അവർക്ക് അർജുനിൽ ഒരു പ്രതീക്ഷ കണ്ടു. അവൻ അവരുടെ പുതിയ രാജാവായിരുന്നു. അർജുൻ ശാംബാലയുടെ ഭരണം ഏറ്റെടുത്തു. അവൻ സമാധാനവും സ്നേഹവും നീതിയും സ്ഥാപിച്ചു.
ഷാംബാല ഒരു പുതിയ സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഈ സമാധാനം എത്രനാൾ നിലനിൽക്കും? മന്ത്രവാദിനി വീണ്ടും വരുമോ? ഷാംബാലയ്ക്ക് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമോ? ഒരു ദിവസം രാത്രി അർജുൻ തന്റെ കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആകാശം ഇരുണ്ടിരുന്നു. ദൂരെ ഒരു മിന്നൽ പിണർ കണ്ടു. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവനൊരു മുന്നറിയിപ്പ് ലഭിച്ചതുപോലെ തോന്നി. ഇരുട്ട് വീണ്ടും വരുന്നുണ്ടോ? ഷാംബാലയ്ക്ക് പുതിയ ഭീഷണികൾ നേരിടേണ്ടി വരുമോ? അവൻ തന്റെ കയ്യിൽ പ്രകാശത്തിന്റെ കല്ല് മുറുകെ പിടിച്ചു. അതിന്റെ ഊർജം അവന് ധൈര്യം നൽകി. ഞാൻ തയ്യാറാണ് എന്ന് അർജുൻ മനസ്സിൽ പറഞ്ഞു. ഷാംബാലയെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. പെട്ടെന്ന് അവന്റെ മുറിയുടെ വാതിൽ തുറന്നു. ലാമ വേഗത്തിൽ അകത്തേക്ക് കടന്നുവന്നു. അവന്റെ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു. യുവരാജാവേ, ലാമ പറഞ്ഞു, അവൾ വീണ്ടും വരുന്നു. അർജുൻ എഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ ദൃഢനിശ്ചയം നിറഞ്ഞു. എവിടെയാണവൾ? ലാമ പറഞ്ഞു. വടക്കുദിശയിൽ, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ. അവൾ അവിടെ തന്റെ ശക്തി വീണ്ടെടുക്കുകയാണ്. അർജുൻ തന്റെ വാളെടുത്തു. ഞാൻ അവളെ നേരിടും, അർജുൻ പറഞ്ഞു. ഷാംബാലയെ ഞാൻ സംരക്ഷിക്കും. ലാമ അവനെ നോക്കി. ഞാനും നിങ്ങളോടൊപ്പം വരാം. നമ്മൾ ഒരുമിച്ച് അവളെ നേരിടും. അവർ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഷാംബാലയിലെ ജനങ്ങൾ അവരെ യാത്രയാക്കി. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയും ഭയവും നിറഞ്ഞിരുന്നു. അർജുനും ലാമയും ഹിമാലയത്തിലേക്ക് യാത്ര ആരംഭിച്ചു. അവരുടെ ലക്ഷ്യം മന്ത്രവാദിനിയെ നേരിടുക എന്നതായിരുന്നു. ഹിമാലയം അതിന്റെ എല്ലാ ഭീകരതകളോടെയും അവരെ എതിരേറ്റു. മഞ്ഞുമൂടിയ കൊടുമുടികളിലൂടെയും ആഴമേറിയ ഗർത്തങ്ങളിലൂടെയും തണുത്ത കാറ്റിലൂടെയും അവർ മുന്നോട്ട് നീങ്ങി. ഓരോ ചുവടിലും അപകടങ്ങൾ പതിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അർജുന്റെ ഉള്ളിലെ ദൃഢനിശ്ചയം അവന് ശക്തി നൽകി. ഒരു ദിവസം അവർ മന്ത്രവാദിനി ഒളിച്ചിരിക്കുന്ന കൊടുമുടിയിലെത്തി. കൊടുമുടി ഇരുണ്ടതായിരുന്നു. അതിന്റെ മുകളിൽ ഒരു കറുത്ത പ്രകാശവലയം കണ്ടു. അവിടെയാണ്, ലാമ പറഞ്ഞു. അവർ കൊടുമുടിയിലേക്ക് കയറാൻ തുടങ്ങി. കയറ്റം ദുർഘടമായിരുന്നു. തണുപ്പും മഞ്ഞും അവരെ തളർത്തി. പക്ഷേ അവർ മുന്നോട്ട് നീങ്ങി. കൊടുമുടിയുടെ മുകളിൽ ഒരു വലിയ ഗുഹ കണ്ടു. ഗുഹയുടെ വാതിൽ ഇരുണ്ടതായിരുന്നു. ഉള്ളിൽ നിന്ന് ഭീകരമായ ശബ്ദങ്ങൾ കേട്ടു. നമുക്ക് ഉള്ളിലേക്ക് പോകണം, അർജുൻ പറഞ്ഞു. അവർ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ തണുത്ത കാറ്റ് വീശി. ഗുഹയുടെ ഉള്ളിൽ ഒരു വലിയ ഹാൾ കണ്ടു. ഹാളിന്റെ നടുവിൽ മന്ത്രവാദിനി നിന്നിരുന്നു. അവളുടെ കണ്ണുകൾ ചുവപ്പായിരുന്നു. അവളുടെ ശരീരം ഇരുണ്ടതായിരുന്നു. അവൾക്ക് ചുറ്റുമൊരു കറുത്ത പ്രകാശവലയമുണ്ടായിരുന്നു. നിങ്ങൾ വീണ്ടും വന്നോ? മന്ത്രവാദിനി ചിരിച്ചു. നിങ്ങൾക്കെന്നെ തടയാൻ കഴിയില്ല. അവൾ തന്റെ ശക്തി ഉപയോഗിച്ച് അർജുനെയും ലാമയെയും ആക്രമിച്ചു. അർജുൻ തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു പ്രകാശവലയം സൃഷ്ടിച്ചു. അത് അവരുടെ ആക്രമണങ്ങളെ തടഞ്ഞു. അർജുൻ തന്റെ വാളെടുത്തു. ഞാൻ നിന്നെ തോൽപ്പിക്കും, അർജുൻ പറഞ്ഞു. ശാംബാലയെ ഞാൻ സംരക്ഷിക്കും. അവർ തമ്മിൽ ഒരു വലിയ യുദ്ധം ആരംഭിച്ചു. മന്ത്രവാദിനി തന്റെ ഇരുണ്ട ശക്തി ഉപയോഗിച്ച് അർജുനെ ആക്രമിച്ചു. അർജുൻ തന്റെ പ്രകാശത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവളെ നേരിട്ടു. യുദ്ധം ഭീകരമായിരുന്നു. കൊടുമുടി മുഴുവൻ വിറച്ചു. മഞ്ഞുകട്ടകൾ താഴേക്ക് പതിച്ചു. ആകാശം ഇരുണ്ടിരുന്നു. മിന്നൽ പിണരുകൾ ആകാശത്ത് വെട്ടിത്തിളങ്ങി. ലാമ തന്റെ മന്ത്രങ്ങൾ ചൊല്ലി അർജുനന് ശക്തി നൽകി. അർജുൻ തന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് മന്ത്രവാദിനിയെ ആക്രമിച്ചു. പ്രകാശത്തിന്റെ കല്ലിൽ നിന്ന് ഊർജം പ്രവഹിച്ചു. അത് മന്ത്രവാദിനിയുടെ ശരീരത്തിൽ പതിച്ചു. മന്ത്രവാദിനി അലറി. അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൾക്കു ചുറ്റും ഇരുട്ട് വ്യാപിച്ചു. പ്രകാശത്തിന്റെ ശക്തിക്ക് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ ഒരു വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷയായി. കൊടുമുടി ശാന്തമായി. കറുത്ത പ്രകാശവലയം മാഞ്ഞുപോയി. ആകാശം തെളിഞ്ഞു. അർജുൻ തളർന്നു നിലത്തിരുന്നു. അവന്റെ ശരീരം വേദനിച്ചു. ലാമ അവന്റെ അടുത്തേക്ക് വന്നു. നമ്മൾ അവിടെ തോൽപ്പിച്ചു, ലാമ പറഞ്ഞു. നമ്മൾ ശാംബാലയെ രക്ഷിച്ചു. അർജുൻ പുഞ്ചിരിച്ചു. അവന്റെ മനസ്സിൽ ഒരു സമാധാനം നിറഞ്ഞു. ശാംബാല സുരക്ഷിതമായിരുന്നു. എന്നാൽ ഇതൊരു താൽക്കാലിക വിജയം മാത്രമായിരുന്നു. ഇരുട്ട് വീണ്ടും വരുമോ? ശാംബാലയ്ക്ക് ഇനിയും വെല്ലുവിളികൾ നേരിടേണ്ടി വരുമോ? അർജുൻ ലാമയെ നോക്കി. നമ്മൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അർജുൻ പറഞ്ഞു. ശാംബാലയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ലോകത്തെ ഈ രഹസ്യങ്ങളെക്കുറിച്ച് അറിയിക്കണം. ലാമ തലയാട്ടി. അതെ യുവരാജാവേ, നിനക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ നീ ഒറ്റയ്ക്കല്ല. ശാംബാലയിലെ ജനങ്ങളും ഞാനും നിങ്ങളോടൊപ്പമുണ്ടാകും. അവർ കൊടുമുടിയിൽ നിന്ന് താഴെ ഇറങ്ങി. ശാംബാലയിലേക്ക് മടങ്ങി. അവരുടെ മനസ്സിൽ ഒരു പുതിയ ലക്ഷ്യം ഉടലെടുത്തു. ശാംബാലയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക. അതിന്റെ സമാധാനവും ജ്ഞാനവും ലോകത്തിന് പങ്കുവയ്ക്കുക. പക്ഷേ ലോകം ശാംബാലയെ അംഗീകരിക്കുമോ? മനുഷ്യർ ഈ രഹസ്യങ്ങളെ എങ്ങനെ സ്വീകരിക്കും?
ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവർക്ക് കണ്ടെത്തേണ്ടിയിരുന്നു. ശാംബാലയിൽ തിരിച്ചെത്തിയപ്പോൾ ജനങ്ങൾ അവരെ വീരനായകന്മാരായി സ്വീകരിച്ചു. അവർക്കുവേണ്ടി ആഘോഷങ്ങൾ നടന്നു. അർജുൻ ശാംബാലയുടെ രാജാവായി വാഴിച്ചപ്പെട്ടു. രാജാവായിരുന്ന അർജുൻ ശാംബാലയെ നയിച്ചു. അവൻ സമാധാനവും ഐക്യവും സ്ഥാപിച്ചു. ശാംബാലയിലെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം അർജുൻ ലാമയെയും കൂട്ടി ശാംബാലയുടെ അതിരുകളിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഒരു വലിയ മതിലുണ്ടായിരുന്നു. മതിൽ ശാംബാലയെ പുറം ലോകത്തുനിന്നും മറച്ചിരുന്നു. ഈ മതിൽ നമ്മൾക്ക് പൊളിക്കണം, അർജുൻ പറഞ്ഞു. ലോകം ശാംബാലയെക്കുറിച്ചറിയണം. ലാമ അവനെ നോക്കി. യുവരാജാവേ, ലോകം ഇതിന് തയ്യാറാണോ? മനുഷ്യർ ഈ ശക്തികളെ എങ്ങനെ സ്വീകരിക്കും? അവർ ശാംബാലയെ നശിപ്പിക്കാൻ ശ്രമിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? അർജുന്റെ മനസ്സിൽ ഒരു നിമിഷം സംശയമുടലെടുത്തു. ലാമ പറഞ്ഞത് ശരിയായിരുന്നു. ലോകം സ്വാർത്ഥതയും യുദ്ധവും നിറഞ്ഞതാണ്. അവർ ശാംബാലയുടെ ശക്തികളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചാലോ? നമ്മൾക്ക് വിശ്വാസമുണ്ട്, അർജുൻ പറഞ്ഞു. നമ്മൾക്ക് ലോകത്തിന് ശാംബാലയുടെ സമാധാനം കാണിച്ചു കൊടുക്കാൻ കഴിയും. നമ്മൾക്കവരെ മാറ്റാൻ കഴിയും. ലാമ തലയാട്ടി. നിന്റെ തീരുമാനം പോലെ യുവരാജാവേ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ടാകും. അർജുൻ തന്റെ ശക്തി ഉപയോഗിച്ച് മതിലിനെ തകർക്കാൻ തുടങ്ങി. പ്രകാശത്തിന്റെ കല്ലിൽ നിന്ന് ഊർജം പ്രവഹിച്ചു. മതിൽ വിറയ്ക്കാൻ തുടങ്ങി. വലിയ ശബ്ദത്തോടെ മതിൽ തകർന്നു വീണു. മതിൽ തകർന്നതും ശാംബാലയുടെ പ്രകാശം പുറം ലോകത്തേക്ക് വ്യാപിച്ചു. പുറം ലോകത്തിലെ ജനങ്ങൾ അത്ഭുതത്തോടെ ആ പ്രകാശത്തിലേക്ക് നോക്കി. അവർക്ക് മുന്നിൽ ഒരു പുതിയ ലോകം തുറന്നു. എന്നാൽ ഈ തുറന്ന വാതിൽ ശാംബാലയ്ക്ക് സമാധാനം കൊണ്ടുവരുമോ അതോ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമോ? ആരും അറിഞ്ഞില്ല. ശാംബാലയുടെ പ്രകാശം ലോകമെങ്ങും വ്യാപിച്ചു. പർവ്വതങ്ങളിലൂടെയും താഴ്വരകളിലൂടെയും അത് കടന്നുപോയി. സാധാരണ ജനങ്ങൾ ആകാശത്തേക്ക് നോക്കി. അവർക്ക് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു അത്. പലരും ഭയന്നു, ചിലർ അത്ഭുതപ്പെട്ടു. ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ ശാംബാലയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അർജുൻ ശാംബാലയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. നമ്മൾക്ക് ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കണം, അവൻ പറഞ്ഞു. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ലോകം. നമ്മൾ ലോകത്തിന് വഴികാട്ടികളാകണം. ശാംബാലയിലെ ജനങ്ങൾ അവൻ്റെ വാക്കുകൾക്ക് ചിരികൊടുത്തു. അവർക്ക് പുതിയൊരു ലക്ഷ്യം ലഭിച്ചു. ശാംബാലയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക. പുറം ലോകത്തുനിന്ന് ആളുകൾ ശാംബാലയിലേക്ക് വരാൻ തുടങ്ങി. ആദ്യം സാഹസികരും പിന്നീട് ശാസ്ത്രജ്ഞരും ആത്മീയവാദികളും. അവർ ശാംബാലയുടെ സൗന്ദര്യത്തിലും അതിൻ്റെ രഹസ്യങ്ങളിലും ആകൃഷ്ടരായി. അർജുൻ അവരെ സ്വീകരിച്ചു. അവൻ ശാംബാലയുടെ രഹസ്യങ്ങൾ അവർക്ക് പങ്കുവച്ചു. സമാധാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രാധാന്യം അവൻ അവരെ പഠിപ്പിച്ചു. ശാംബാല ഒരു സമാധാന കേന്ദ്രമായി മാറി. എന്നാൽ എല്ലാവർക്കും ശാംബാലയുടെ നല്ല വശങ്ങൾ മാത്രം കാണാൻ കഴിഞ്ഞില്ല. ചിലർ ശാംബാലയുടെ ശക്തികളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. അവർക്ക് ശാംബാലയുടെ അറിവ് സ്വന്തമാക്കണം. അതിൻ്റെ ശക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കണം. ഒരു ദിവസം ഒരു സംഘം സൈനികർ ശാംബാലയുടെ അതിർത്തിയിലെത്തി. അവർക്ക് ശാംബാലയെ കീഴടക്കണം, അതിൻ്റെ ശക്തികൾ സ്വന്തമാക്കണം. അർജുൻ അവരെ കണ്ടു. അവൻ്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. അവൻ സമാധാനം ആഗ്രഹിച്ചു. പക്ഷെ ചിലർക്ക് യുദ്ധം മാത്രമായിരുന്നു താൽപ്പര്യം. നമ്മൾക്കവരെ തടയണം, അർജുൻ പറഞ്ഞു. ശാംബാലയെ നമ്മൾ സംരക്ഷിക്കണം. ലാമായും ശാംബാലയിലെ യോദ്ധാക്കളും അർജുനോടൊപ്പം നിന്നു. അവർ സമാധാനത്തിൻ്റെ പക്ഷത്തായിരുന്നു. പക്ഷെ സമാധാനം സംരക്ഷിക്കാൻ യുദ്ധം ആവശ്യമാണെങ്കിൽ അവർ അതിനും തയ്യാറായിരുന്നു. അർജുൻ സൈനികരെ സമീപിച്ചു. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, അർജുൻ പറഞ്ഞു. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. സൈനികർ അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. അവർ ശാംബാലയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചു. അർജുൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് അവരെ തടഞ്ഞു. പ്രകാശത്തിൻ്റെ കല്ലിൽ നിന്ന് ഊർജം പ്രവഹിച്ചു. അത് സൈനികരെ പിന്നോട്ട് തള്ളി. സൈനികർ ഈ അപ്രതീക്ഷിതമായ ശക്തി കണ്ട് ഭയന്നു. അവർക്ക് അർജുനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ പിൻവാങ്ങി. ശാംബാല വീണ്ടും രക്ഷപ്പെട്ടു. അർജുൻ വീണ്ടും ഒരു വീരനായകനായി. എന്നാൽ ഇതൊരു താൽക്കാലിക വിജയം മാത്രമായിരുന്നു. ലോകം ശാംബാലയെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. യുദ്ധങ്ങളും സ്വാർത്ഥതയും ലോകത്ത് നിറഞ്ഞു നിന്നു. അർജുൻ ഒരുപാട് ചിന്തിച്ചു. എങ്ങനെയാണ് ലോകത്തിന് സമാധാനം കൊണ്ടുവരാൻ കഴിയുക? എങ്ങനെയാണ് മനുഷ്യരെ മാറ്റാൻ കഴിയുക? അവനൊരു ധ്യാനത്തിൽ മുഴുകി. പ്രകാശത്തിൻ്റെ കല്ലിൻ്റെ ശക്തി അവനെ നയിച്ചു. അവൻ്റെ മനസ്സിൽ ഒരു പുതിയ ആശയം ഉടലെടുത്തു.
നമ്മൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയില്ല. എന്നാൽ നമ്മൾക്കവരെ പ്രചോദിപ്പിക്കാൻ കഴിയും. നമ്മൾക്കവർക്ക് വഴികാട്ടാൻ കഴിയും. അർജുൻ ലോകമെമ്പാടുമുള്ള ജ്ഞാനികളെയും നേതാക്കളെയും ശാംബാലയിലേക്ക് ക്ഷണിച്ചു. അവൻ അവർക്ക് ശാംബാലയുടെ രഹസ്യങ്ങൾ പങ്കുവച്ചു. സമാധാനത്തിൻ്റെ പ്രാധാന്യം അവൻ അവരെ പഠിപ്പിച്ചു. പല നേതാക്കളും അവൻ്റെ വാക്കുകൾക്ക് ചെവികൊടുത്തു. അവർക്ക് ശാംബാലയിൽ ഒരു പുതിയ പ്രതീക്ഷ കണ്ടു. അവർ തങ്ങളുടെ രാജ്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ തുടങ്ങി. എന്നാൽ ചില നേതാക്കൾ അപ്പോഴും സ്വാർത്ഥതയിലും യുദ്ധത്തിലും വിശ്വസിച്ചു. അവർ ശാംബാലയെ ഒരു ഭീഷണിയായി കണ്ടു. അർജുൻ തൻ്റെ യാത്ര തുടർന്നു. അവൻ ലോകമെമ്പാടും സഞ്ചരിച്ചു. അവൻ സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചു. അവൻ്റെ വാക്കുകൾ പലരുടെയും മനസ്സിൽ മാറ്റങ്ങൾ വരുത്തി. വർഷങ്ങൾ കടന്നുപോയി. അർജുൻ ശാംബാലയുടെ രാജാവായി തുടർന്നു. അവൻ ശാംബാലയെ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രാജ്യമാക്കി മാറ്റി. എന്നാൽ അവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം അവശേഷിച്ചു. ഇരുട്ട് പൂർണ്ണമായും നശിച്ചുവോ? മന്ത്രവാദിനി ശരിക്കും അപ്രത്യക്ഷമായതാണോ? ഒരു ദിവസം രാത്രി അർജുൻ തൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആകാശം ഇരുണ്ടതായിരുന്നു. ദൂരെ ഒരു നിഴൽ രൂപം കണ്ടു. അത് മന്ത്രവാദിനിയായിരുന്നു. അവൾ വീണ്ടും വന്നിരിക്കുന്നു. അവളുടെ ശക്തി കൂടുതൽ വർദ്ധിച്ചിരുന്നു. അവൾക്ക് ചുറ്റും ഒരു വലിയ ഇരുണ്ട പ്രകാശവലയമുണ്ടായിരുന്നു. അർജുൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൻ തൻ്റെ കയ്യിൽ പ്രകാശത്തിൻ്റെ കല്ല് മുറുകെ പിടിച്ചു. അതിൻ്റെ ഊർജം അവന് ധൈര്യം നൽകി. ഞാൻ തയ്യാറാണ്, അർജുൻ മനസ്സിൽ പറഞ്ഞു. ഈ യുദ്ധം അവസാനിക്കും. ശാംബാലയെ ഞാൻ എന്നേക്കുമായി സംരക്ഷിക്കും. അവൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. മന്ത്രവാദിനി അവനെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. ഒരു വലിയ യുദ്ധത്തിന് കളമൊരുങ്ങി. ശാംബാലയുടെ അന്ത്യമോ പുതിയൊരു തുടക്കമോ ആർക്കും അറിയില്ലായിരുന്നു. മന്ത്രവാദിനി ഒരു ഭീകരമായ ചിരിയോടെ അർജുനെ നോക്കി. നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല യുവരാജാവേ, അവൾ പറഞ്ഞു. ഇരുട്ട് എല്ലായ്പ്പോഴും പ്രകാശത്തെ കീഴടക്കും. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്, അർജുൻ പറഞ്ഞു. പ്രകാശം എല്ലായ്പ്പോഴും ഇരുട്ടിനെ തുരത്തും. ശാംബാലയുടെ ശക്തി നിനക്കെതിരെ നിൽക്കും. മന്ത്രവാദിനി തന്റെ ഇരുണ്ട ശക്തി ഉപയോഗിച്ച് അർജുനെ ആക്രമിച്ചു. അവൾ ചുഴലിക്കാറ്റുകളും മിന്നൽ പിണരുകളും ഭൂകമ്പങ്ങളും സൃഷ്ടിച്ചു. ശാംബാലം മുഴുവൻ വിറച്ചു. കെട്ടിടങ്ങൾ തകർന്നു വീണു. അർജുൻ തന്റെ പ്രകാശത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവളെ നേരിട്ടു. അവൻ പ്രകാശത്തിന്റെ കവചങ്ങളുണ്ടാക്കി. ഊർജ്ജരശ്മികൾ പുറപ്പെടുവിച്ചു. പ്രകാശത്തിന്റെ കല്ലിൽ നിന്ന് ശക്തി പ്രവഹിച്ചു. യുദ്ധം അതിഭീകരമായിരുന്നു. ആകാശം ഇരുണ്ടു. ഭൂമി കുലുങ്ങി. ശാംബാലയിലെ ജനങ്ങൾ ഭയന്നു വിറച്ചു. അവർക്ക് തങ്ങളുടെ രാജാവിൽ വിശ്വാസമുണ്ടായിരുന്നു. ലാമായും ശാംബാലയിലെ യോദ്ധാക്കളും അർജുനോടൊപ്പം നിന്നു. അവർ മന്ത്രവാദിനിയുടെ അനുയായികളുമായി യുദ്ധം ചെയ്തു. ഇരുട്ടും പ്രകാശവും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ പൂർണ്ണതയിലെത്തി. അർജുൻ മന്ത്രവാദിനിയെ നേരിട്ടാക്രമിച്ചു. അവൻ്റെ വാൾ പ്രകാശത്താൽ തിളങ്ങി. അവൻ മന്ത്രവാദിനിയുടെ നെഞ്ചിൽ വാൾ കുത്തിയിറക്കി. മന്ത്രവാദിനി ഒരു നിലവിളിയോടെ താഴേറ്റ് പതിച്ചു. അവളുടെ ശരീരം ഇരുണ്ട പ്രകാശത്തിൽ പൊതിഞ്ഞു. പ്രകാശം പതിയെ മാഞ്ഞുപോയി. അവൾ അപ്രത്യക്ഷയായി. യുദ്ധം അവസാനിച്ചു. ശാംബാല ശാന്തമായി. ആകാശം തെളിഞ്ഞു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. അർജുൻ തളർന്നു നിലത്തിരുന്നു. അവന്റെ ശരീരം വേദനിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൻ ശാംബാലയെ സംരക്ഷിച്ചു. ലാമ അവന്റെ അടുത്തേക്ക് വന്നു. നമ്മൾ വിജയിച്ചു യുവരാജാവേ, ലാമ പറഞ്ഞു. ഇരുട്ട് പൂർണ്ണമായി നശിച്ചു. അർജുൻ ലാമയെ നോക്കി. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു. ശരിക്കും അവസാനിച്ചുവോ? അവൻ എഴുന്നേറ്റു. ശാംബാലയുടെ ചുറ്റും നോക്കി. എല്ലാം ശാന്തമായിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരുതരം അസ്വസ്ഥത തോന്നി. ഇരുട്ട് പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുമോ? അതോ അതെപ്പോഴും എവിടെയെങ്കിലും ഒഴിഞ്ഞിരിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അർജുന് കഴിഞ്ഞില്ല. എന്നിരുന്നാലും ശാംബാലയുടെ സംരക്ഷണം അവന്റെ ഉത്തരവാദിത്തമാണെന്ന് അവൻ അറിയാമായിരുന്നു. അർജുൻ തന്റെ ശ്രദ്ധ ശാംബാലയുടെ പുനർനിർമ്മാണത്തിൽ കേന്ദ്രീകരിച്ചു. തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചു. നശിപ്പിച്ച പൂന്തോട്ടങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിച്ചു. ശുദ്ധജലം വീണ്ടും നടാഴികളിലൂടെ ഒഴുകി. ശാംബാല അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെയെത്തി. എന്നാൽ ഈ വിജയം ശാംബാലയ്ക്ക് പുതിയ വെല്ലുവിളികൾ കൊണ്ടുവരുമെന്ന് അർജുന് തോന്നി. ഉലകം ശാംബാലയെക്കുറിച്ചറിഞ്ഞപ്പോൾ പലരും അതിന്റെ ശക്തികളെയും അറിവിനെയും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. അർജുൻ ഈ ഭീഷണികളെ നേരിടാൻ തയ്യാറായി. അവൻ ശാംബാലയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തി. അതിന്റെ അതിരുകളിൽ പുതിയ കാവൽക്കാർ നിയമിതരായി. ലാമ അവനെ ഇക്കാര്യത്തിൽ സഹായിച്ചു. ലാമ ശാംബാലയുടെ പ്രതിരോധത്തിന്റെ ചുമതല ഏറ്റെടുത്തു. അർജുൻ ശാംബാലയിലെ ജനങ്ങൾക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകി. അവൻ ധ്യാനത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു. മനസ്സിനെ നിയന്ത്രിക്കാനും ആന്തരിക ശക്തികളെ ഉണർത്താനും അവൻ അവരെ പരിശീലിപ്പിച്ചു. ശാംബാലയിലെ ഓരോ പൗരനും ഒരു യോദ്ധാവും ഒരു ജ്ഞാനിയുമായി മാറണമെന്ന് അവൻ ആഗ്രഹിച്ചു.
ഷാംബാലയിലെ കുട്ടികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകി. അവർക്ക് പ്രകൃതിയെക്കുറിച്ച് പഠിപ്പിച്ചു, പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. അവരുടെ ഉള്ളിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ അവൻ പാകി. ഷാംബാല ഒരു പുതിയ തലമുറയെ വളർത്തി. വർഷങ്ങൾ കടന്നുപോയി. അർജുൻ ഷാംബാലയുടെ രാജാവായി തുടർന്നു. അവന്റെ ഭരണം സമാധാനവും ഐക്യവും നിറഞ്ഞതായിരുന്നു. അവന്റെ കീഴിൽ ഷാംബാല ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യമായി മാറി. എന്നാൽ ലോകം അപ്പോഴും യുദ്ധങ്ങളിലും സ്വാർത്ഥതയിലും മുഴുകിയിരുന്നു. അർജുൻ ലോകത്തിന് ഷാംബാലയുടെ സന്ദേശം നൽകാൻ ശ്രമിച്ചു. അവൻ ലോകമെമ്പാടുമുള്ള നേതാക്കളെയും ജ്ഞാനികളെയും ഷാംബാലയിലേക്ക് ക്ഷണിച്ചു. അവൻ അവർക്ക് ഷാംബാലയുടെ രഹസ്യങ്ങൾ പങ്കുവച്ചു. സമാധാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രാധാന്യം അവൻ അവരെ പഠിപ്പിച്ചു. ചില നേതാക്കൾ അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. അവർക്ക് ഷാംബാലയിൽ ഒരു പുതിയ പ്രതീക്ഷ കണ്ടു. അവർ തങ്ങളുടെ രാജ്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ തുടങ്ങി. പക്ഷേ ചില നേതാക്കൾ അപ്പോഴും യുദ്ധത്തിലും സ്വാർത്ഥതയിലും വിശ്വസിച്ചു. അവർ ഷാംബാലയെ ഒരു ഭീഷണിയായി കണ്ടു. ഈ രാജ്യങ്ങളിൽ നിന്ന് പല ചാരന്മാരും ഷാംബാലയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചു. അവർക്ക് ഷാംബാലയുടെ രഹസ്യങ്ങൾ ചോർത്തണം. അതിന്റെ ശക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കണം. ഒരു ദിവസം ലാമ ഒരു ചാരനെ പിടികൂടി. അവൻ ഷാംബാലയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുകയായിരുന്നു. അർജുൻ ചാരനെ നേരിട്ടു. നിങ്ങൾ എന്തിനാണിത് ചെയ്യുന്നത്? അർജുൻ ചോദിച്ചു. സമാധാനം ആഗ്രഹിക്കാതെ നിങ്ങൾ എന്തിനാണ് യുദ്ധം ആഗ്രഹിക്കുന്നത്? ചാരൻ ചിരിച്ചു. ശക്തിയാണ് പ്രധാനം, യുവരാജാവേ. ഷാംബാലയുടെ ശക്തി ഞങ്ങൾക്ക് വേണം. അതിലൂടെ ഞങ്ങൾ ലോകം ഭരിക്കും. അർജുൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. പക്ഷേ അവൻ ശാന്തനായി നിന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അർജുൻ പറഞ്ഞു. ശക്തിയെന്നത് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല, അത് സംരക്ഷിക്കാനുള്ളതാണ്. ലോകത്തെ നശിപ്പിക്കാനുള്ളതല്ല, അതിനെ കെട്ടിപ്പടുത്താനുള്ളതാണ്. അർജുൻ ചാരനെ ഷാംബാലയിൽ നിന്ന് പുറത്താക്കി. അവൻ അവനെ ശിക്ഷിച്ചില്ല. പകരം അവന് സമാധാനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു. ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, അർജുൻ പറഞ്ഞു. പക്ഷേ ഈ സന്ദേശം നിങ്ങളുടെ രാജ്യത്തിന് നൽകുക. ഷാംബാല സമാധാനം ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ചാരൻ ഷാംബാലയിൽ നിന്ന് മടങ്ങി. അവന്റെ മനസ്സിൽ അർജുന്റെ വാക്കുകൾ തങ്ങി നിന്നു. അവന് ഷാംബാലയിൽ ഒരു പുതിയ സത്യം കണ്ടു. അർജുൻ ലോകത്തിനൊരു സന്ദേശം നൽകി. ഷാംബാല സമാധാനത്തിന്റെ ഒരു തുരുത്താണ്, അവൻ പറഞ്ഞു. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ഈ സന്ദേശം ലോകമെമ്പാടും വ്യാപിച്ചു. ചില രാജ്യങ്ങൾ ഷാംബാലയുടെ സന്ദേശം ഉൾക്കൊണ്ടു. അവർ സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. എന്നാൽ ചില രാജ്യങ്ങൾ അപ്പോഴും ഷാംബാലയെ ഒരു ഭീഷണിയായി കണ്ടു. അർജുൻ തന്റെ ജീവിതം ഷാംബാലയുടെ സംരക്ഷണത്തിനും ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചു. അവൻ ഒരു ഇതിഹാസമായി മാറി. അവന്റെ കഥ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്നാൽ ഒരു ദിവസം ലാമ അർജുന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് ഒരു തരം ഭയം കണ്ടു. യുവരാജാവേ, ലാമ പറഞ്ഞു, നമ്മൾക്കൊരു പുതിയ ഭീഷണി നേരിടേണ്ടി വരുന്നു. എന്താണത്? അർജുൻ ചോദിച്ചു. ഹിമാലയത്തിലെ ഒരു പുരാതന ഗോത്രം. അവർക്ക് ഇരുണ്ട ശക്തികളുമായി ബന്ധമുണ്ട്. അവർക്ക് ഷാംബാലയെ നശിപ്പിക്കണം. അർജുൻ എഴുന്നേറ്റു. അവന്റെ ഉള്ളിൽ ദൃഢനിശ്ചയം നിറഞ്ഞു. ഞാൻ അവരെ നേരിടും, അർജുൻ പറഞ്ഞു. ഷാംബാലയെ ഞാൻ സംരക്ഷിക്കും. ലാമയും ഷാംബാലയിലെ യോദ്ധാക്കളും അർജുനോടൊപ്പം നിന്നു. അവർ ഹിമാലയത്തിലെ ആ പുരാതന ഗോത്രത്തെ നേരിടാൻ തയ്യാറായി. അവർ ഹിമാലയത്തിലേക്ക് യാത്ര ആരംഭിച്ചു. യാത്ര ദുർഘടമായിരുന്നു. തണുപ്പും മഞ്ഞും അവരെ തളർത്തി. പക്ഷേ അവർ മുന്നോട്ടു നീങ്ങി. ആ ഗോത്രം ഹിമാലയത്തിലെ മറിഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലായിരുന്നു. താഴ്വര ഇരുണ്ടതും ഭീകരവുമായിരുന്നു. അവിടെ ദുർമന്ത്രങ്ങളും നരബലികളും നടന്നിരുന്നുവെന്ന ഐതിഹ്യങ്ങൾ പറയുന്നു. അവർ താഴ്വരയിലെത്തി. അവിടുത്തെ അന്തരീക്ഷം ഭീകരമായിരുന്നു. കറുത്ത പ്രകാശവലയങ്ങൾ ആകാശത്ത് കണ്ടു. ദുർഗന്ധം ചുറ്റും വ്യാപിച്ചു. അർജുൻ ഗോത്രത്തിലെ നേതാവിനെ നേരിട്ടു. നേതാവ് ഒരു വയസ്സായ സ്ത്രീയായിരുന്നു. അവളുടെ കണ്ണുകൾ ചുവപ്പായിരുന്നു. അവളുടെ ശരീരം ദുർബലമായിരുന്നു. പക്ഷെ അവൾക്ക് അസാധാരണമായ ശക്തികളുണ്ടായിരുന്നു. നിങ്ങൾ ഷാംബാലയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അർജുൻ ചോദിച്ചു. ഗോത്ര നേതാവ് ചിരിച്ചു. ഞങ്ങൾക്ക് ഷാംബാലയെ വേണം. അതിന്റെ ശക്തികൾ ഞങ്ങൾക്ക് വേണം. അതിലൂടെ ഞങ്ങൾ ലോകം ഭരിക്കും. അവൾ തന്റെ ഇരുണ്ട ശക്തിയുപയോഗിച്ച് അർജുനെ ആക്രമിച്ചു. അർജുൻ തന്റെ പ്രകാശത്തിന്റെ ശക്തിയുപയോഗിച്ച് അവളെ നേരിട്ടു. യുദ്ധം ഭീകരമായിരുന്നു. താഴ്വര മുഴുവൻ വിറച്ചു. കറുത്ത പ്രകാശവും വെളുത്ത പ്രകാശവും തമ്മിലുള്ള യുദ്ധം അതിന്റെ പൂർണ്ണതയിലെത്തി.
ലാമായും ശാംബാലയിലെ യോദ്ധാക്കളും ഗോത്രത്തിലെ യോദ്ധാക്കളുമായി യുദ്ധം ചെയ്തു. ഇരുട്ടും പ്രകാശവും തമ്മിലുള്ള യുദ്ധം അതിന്റെ എല്ലാ ഭീകരതകളോടും കൂടി നടന്നു. അർജുൻ ഗോത്രനേതാവിനെ നേരിട്ട് ആക്രമിച്ചു. അവന്റെ വാൾ പ്രകാശത്താൽ തിളങ്ങി. അവൻ ഗോത്രനേതാവിന്റെ നെഞ്ചിൽ വാൾ കുത്തിയിറക്കി. ഗോത്രനേതാവ് ഒരു നിലവിളിയോടെ താഴേക്ക് പതിച്ചു. അവളുടെ ശരീരം ഇരുണ്ട പ്രകാശത്തിൽ പൊതിഞ്ഞു. പ്രകാശം പതിയെ മാഞ്ഞുപോയി. അവൾ അപ്രത്യക്ഷയായി. യുദ്ധം അവസാനിച്ചു. താഴ്വര ശാന്തമായി. കറുത്ത പ്രകാശവലയം മാഞ്ഞുപോയി. ആകാശം തെളിഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. അർജുൻ പ്രായമായി. അവന്റെ താടി നരച്ചു, മുഖത്ത് ചുളിവുകൾ വീണു. പക്ഷേ അവന്റെ കണ്ണുകളിൽ അതേ തിളക്കമുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ അതേ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അവൻ ഇപ്പോഴും ശാംബാലയുടെ രാജാവായിരുന്നു, അതിന്റെ സംരക്ഷകനായിരുന്നു. ലാമയും പ്രായമായി, പക്ഷേ അവന്റെ കൂറ് അർജുനോട് അചഞ്ചലമായിരുന്നു. ശാംബാല ലോകത്ത് ഒരു ഇതിഹാസമായി മാറി, സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു പ്രതീകം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ശാംബാലയിലേക്ക് വന്നു, സമാധാനം തേടി, അറിവ് തേടി. അർജുൻ അവരെ സ്വീകരിച്ചു, അവന്റെ ജ്ഞാനം അവർക്ക് പകർന്നു നൽകി. എന്നാൽ ലോകത്തിന്റെ ഇരുണ്ട കോണുകളിൽ ചിലരപ്പോഴും ശാംബാലയുടെ ശക്തികളെക്കുറിച്ച് സംസാരിച്ചു. അതിന്റെ രഹസ്യങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അർജുൻ ഇത് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ശാംബാലയുടെ പ്രതിരോധം അവൻ ഒരിക്കലും കുറച്ചില്ല. ഒരു ദിവസം അർജുൻ തന്റെ ധ്യാനമുറിയിൽ ഇരിക്കുകയായിരുന്നു. പ്രകാശത്തിന്റെ കല്ല് അവന്റെ മുന്നിൽ തിളങ്ങി നിന്നിരുന്നു. പെട്ടെന്ന് കല്ല് കൂടുതൽ ശക്തിയായി പ്രകാശിച്ചു തുടങ്ങി. ഒരുതരം മുന്നറിയിപ്പ് പോലെ അർജുന് തോന്നി. അവൾ വീണ്ടും വരുന്നു, അർജുൻ മനസ്സിൽ പറഞ്ഞു. അവൻ ലാമയെ വിളിച്ചു. ലാമ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് വന്നു. യുവരാജാവേ, എന്താണ്? മന്ത്രവാദിനി, അർജുൻ പറഞ്ഞു. അവൾ വീണ്ടും ഉണർന്നിരിക്കുന്നു. ഇത്തവണ അവൾ കൂടുതൽ ശക്തിയോടെയാണ് വരുന്നത്. ലാമയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. നമ്മൾ എന്തു ചെയ്യും? അവളെ പൂർണ്ണമായി നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. നമ്മൾക്ക് അവളെ നേരിടണം. ഇത്തവണ നമ്മൾ അവളെ എന്നേക്കുമായി ഇല്ലാതാക്കും. അർജുൻ ശാംബാലയിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി. അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. നമ്മൾക്ക് ഒരു വലിയ യുദ്ധം നേരിടേണ്ടി വരുന്നു. ശാംബാലയുടെ നിലനിൽപ്പിനുള്ള യുദ്ധം. നിങ്ങൾ തയ്യാറാണോ? ശാംബാലയിലെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് യുവരാജാവേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും. അർജുൻ ശാംബാലയിലെ യോദ്ധാക്കളെ പരിശീലിപ്പിച്ചു. അവർക്ക് പുതിയ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിച്ചു. അവൻ പ്രകാശത്തിന്റെ കല്ലിന്റെ ശക്തി ഉപയോഗിച്ച് അവർക്ക് കൂടുതൽ ഊർജം നൽകി. മന്ത്രവാദിനി ഹിമാലയത്തിലെ ഒരു ഇരുണ്ട താഴ്വരയിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ ശക്തി അതിഭീകരമായിരുന്നു. അവൾക്ക് ചുറ്റും കറുത്ത പ്രകാശവലയമുണ്ടായിരുന്നു. അവൾ ശാംബാലയെ ലക്ഷ്യമാക്കി നീങ്ങി. അർജുൻ തന്റെ സൈന്യവുമായി മന്ത്രവാദിനിയെ നേരിടാൻ തയ്യാറായി. ശാംബാലയുടെ അതിരുകളിൽ അവർ മന്ത്രവാദിനിയെ കാത്തുനിന്നു. മന്ത്രവാദിനി ശാംബാലയുടെ അതിർത്തിയിലെത്തി. അവളുടെ സൈന്യം ഭീകരരൂപങ്ങളായിരുന്നു. ഇരുട്ടും പ്രകാശവും തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ചു. യുദ്ധം അതിഭീകരമായിരുന്നു. ആകാശം ഇരുണ്ടു, ഭൂമി കുലുങ്ങി, മിന്നൽ പിണരുകൾ ആകാശത്ത് വെട്ടിത്തിളങ്ങി. അർജുൻ മന്ത്രവാദിനിയെ നേരിട്ടു. അവന്റെ വാൾ പ്രകാശത്താൽ തിളങ്ങി. അവൻ തന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് അവളെ ആക്രമിച്ചു. മന്ത്രവാദിനിയും തന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് അർജുനെ നേരിട്ടു. അവരുടെ ശക്തികൾ തമ്മിൽ കൂട്ടിമുട്ടി. ഒരു വലിയ സ്ഫോടനമുണ്ടായി. അർജുനും മന്ത്രവാദിനിയും തമ്മിലുള്ള യുദ്ധം ദിവസങ്ങളോളം നീണ്ടുനിന്നു. ശാംബാലയിലെ ജനങ്ങൾ ഭയന്നു വിറച്ചു. അവർക്ക് തങ്ങളുടെ രാജാവിൽ വിശ്വാസമുണ്ടായിരുന്നു. ഒടുവിൽ അർജുൻ ഒരു അവസാനത്തെ ആക്രമണം നടത്തി. പ്രകാശത്തിന്റെ കല്ലിൽ നിന്ന് ഊർജം പ്രവഹിച്ചു. അത് മന്ത്രവാദിനിയുടെ ശരീരത്തിൽ പതിച്ചു. മന്ത്രവാദിനി ഒരു ഭീകരമായ നിലവിളിയോടെ ആകാശത്തേക്കുയർന്നു. അവളുടെ ശരീരം ഇരുണ്ട പ്രകാശത്തിൽ പൊതിഞ്ഞു. പ്രകാശം പതിയെ മാഞ്ഞുപോയി. അവൾ പൂർണ്ണമായും അപ്രത്യക്ഷയായി. യുദ്ധം അവസാനിച്ചു. ശാംബാല ശാന്തമായി. ആകാശം തെളിഞ്ഞു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. അർജുൻ തളർന്ന് നിലത്തിരുന്നു. അവന്റെ ശരീരം വേദനിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൻ ശാംബാലയെ എന്നേക്കുമായി സംരക്ഷിച്ചു. ലാമ അവന്റെ അടുത്തേക്ക് വന്നു. നമ്മൾ വിജയിച്ചു യുവരാജാവേ, ഞങ്ങൾ വിജയിച്ചു, ലാമ പറഞ്ഞു. ഇരുട്ട് പൂർണ്ണമായി നശിച്ചു. അർജുൻ ലാമയെ നോക്കി. അവന്റെ മനസ്സിൽ ഒരു സമാധാനം നിറഞ്ഞു. ഇത്തവണ അവനത് വിശ്വസിച്ചു. ഇരുട്ട് പൂർണ്ണമായി നശിച്ചു. അർജുൻ എഴുന്നേറ്റു. ശാംബാലയുടെ ചുറ്റും നോക്കി. എല്ലാം ശാന്തമായിരുന്നു. ശാംബാല വീണ്ടും പ്രകാശത്തിൽ മുങ്ങി. അർജുൻ തന്റെ ജീവിതം ശാംബാലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചു. അവൻ ശാംബാലയെ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രാജ്യമാക്കി മാറ്റി. അവന്റെ കഥ ഒരു ഇതിഹാസമായി മാറി. എന്നാൽ ചില സമയങ്ങളിൽ അർജുൻ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി. ദൂരെ ഒരു മിന്നൽ പിണർ കണ്ടു. അവന്റെ ഉള്ളിൽ ഒരു തരം സംശയം തോന്നി.
ഇരുട്ട് പൂർണ്ണമായി നശിച്ചുവോ? അതോ അതെവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആർക്കും അറിയുമായിരുന്നില്ല. ഷാംബാലിയുടെ കഥ അവസാനിക്കുന്നില്ല. അതൊരു അനന്തമായ യാത്രയാണ്. സമാധാനവും പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഷാംബാലിയുടെ രഹസ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ടാകാം. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക. ഈ നിഗൂഢ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക. ഒരുപക്ഷെ നമ്മൾക്ക് ഒരുമിച്ച് ഈ രഹസ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ലോകം ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. പുതിയ രഹസ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇരുട്ടിൻ്റെ നിഴലുകൾ എപ്പോഴും നമ്മെ പിന്തുടരുന്നുണ്ടാവാം. പക്ഷേ പ്രകാശത്തിൻ്റെ ഒരു കിരണം മതി ആ ഇരുട്ടിനെ കീറിമുറിക്കാൻ. ഷാംബാല ആ പ്രകാശത്തിൻ്റെ പ്രതീകമാണ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ഷാംബാലയുണ്ട്. സമാധാനത്തിൻ്റെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു തുരുത്ത്. അത് കണ്ടെത്താൻ ശ്രമിക്കുക, അതിനെ സംരക്ഷിക്കുക. കാരണം നിങ്ങൾ ഷാംബാലയാണ്. അർജുൻ എന്ന രാജാവിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ഷാംബാലയുടെ കഥ അവസാനിക്കുന്നില്ല. ഓരോ തലമുറയിലും ഒരു പുതിയ അർജുനുണ്ടാകും. ഷാംബാലയെ സംരക്ഷിക്കാൻ, ലോകത്തിന് സമാധാനം കൊണ്ടുവരാൻ. കാരണം ചില ദൗത്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. അർജുൻ്റെ അവസാന ശ്വാസം നിലച്ചപ്പോൾ ഷാംബാലയുടെ പ്രകാശത്തിൻ്റെ കല്ല് മങ്ങിപ്പോയി. പക്ഷേ അത് പൂർണ്ണമായും അണഞ്ഞുപോയില്ല. അത് അടുത്ത രാജാവിനെ കാത്തിരിക്കുകയായിരുന്നു. ഷാംബാലയുടെ പുതിയ സംരക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു. ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കം, ഒരു പുതിയ ഇതിഹാസം. ഷാംബാലയുടെ കഥ തുടരുന്നു. ഇന്നും ഹിമാലയത്തിലെ ആഴങ്ങളിൽ ഷാംബാല ഒരു രഹസ്യമായി നിലകൊള്ളുന്നു. ഒരുപക്ഷേ ഒരു ദിവസം നിങ്ങളും അവിടേക്ക് യാത്ര ചെയ്തെന്നിരിക്കാം. അതിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ, അതിൻ്റെ ശക്തികൾ അനുഭവിക്കാൻ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ഷാംബാലിയുടെ നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക. ഈ യാത്രയുടെ തുടർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അധ്യായം ഒരുപക്ഷേ നിങ്ങളുടെ മുന്നിൽ കാത്തിരിക്കാനുണ്ടാവാം. നന്ദി.